യേശുവാരിലും മതിയായവേ, യേശുവാരിലും മതിയായവൻ. എല്ലാവരും അന്യഭാഷയിൽ തന്നെ ദൈവം അന്യഭാഷ തന്നിരിക്കുന്നത് സംസാരിക്കാനാണ്, ദൈവത്തോട് സംസാരിക്കാനാണ്. ദൈവം അന്യഭാഷ തന്നിരിക്കുന്നത് പിശാചിന് പിടികിട്ടത്തില്ല എപ്പോഴാണ് എന്താ നടക്കുന്നതെന്ന്. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങൾ പോലും അറിയാത്ത മേഖലകളിൽ എവിടെയൊക്കെയാണോ എനിക്കറിയത്തില്ല, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നത് അറിയത്തില്ല അല്ലേ, അന്യഭാഷയിൽ സംസാരിച്ചാൽ മതി. ദൈവത്തിൻ്റെ ദൂതന്മാർ അത് കേൾക്കാൻ നിൽക്കുക. അത് ദൂതന്മാരുടെ ഭാഷയാണ്, ഇത് ദൂതന്മാർ കേട്ട് പ്രവർത്തിക്കുന്നതാണ്. സംസാരമായത് സംസാരമാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. വചനം വിശ്വസിക്കുന്നുവെങ്കിൽ ആരും മിണ്ടാതിരിക്കത്തില്ല. അന്യഭാഷ ഇല്ലാത്തവർ അതിനുവേണ്ടി വാഞ്ചിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ എനിക്ക് വേണം. എന്നും ഈ മീറ്റിങ്ങിൽ ഇവിടെ ആയിരിക്കുന്നവരും കണ്ടുകൊണ്ടിരിക്കുന്നവരും ഹല്ലേലൂയ ഉറപ്പിക്കണം, അന്യഭാഷ എന്ന് പറയുന്നത് ദൈവം വീണ്ടും ജനിച്ച പുതിയ സൃഷ്ടിക്ക് കൊടുത്തിരിക്കുന്ന ഭാഷയാണ്. വേറെ ആർക്കും മനസ്സിലാകത്തില്ല, പറയുന്നവനും മനസ്സിലാകത്തില്ല. എന്നാൽ വ്യാഖ്യാനപരമുള്ളവൻ അത് വെളിപ്പെടുത്തും. അതെന്തായി പറയുന്നത്? ഇത് രണ്ടും നിങ്ങളിലും എന്നിലും ഉള്ളതാണ്. എല്ലാവരും അന്യഭാഷയിൽ രേഖന എന്നെ നോക്കാനല്ല ഞാൻ പറഞ്ഞത്, കർത്താവിനോട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. ഞാൻ ബുദ്ധിയിലും പ്രാർത്ഥിക്കും, ആത്മാവിലും പ്രാർത്ഥിക്കും. ഞാൻ ബുദ്ധിയിലും പാടും, ആത്മാവിലും പാടും. ഞാൻ ബുദ്ധിയിൽ പാടുമ്പോൾ എല്ലാവർക്കും അറിയാം, അദൃശ്യ ലോകത്തിനും പിടികിട്ടും. പക്ഷേ അന്യഭാഷയിൽ ഞാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൂടെയുള്ള ദൂതന്മാർക്കും ദൈവത്തിനും മാത്രമേ പിടികിട്ടത്തുള്ളൂ, വേറെ ആർക്കും പിടികിട്ടത്തില്ല. We love you, Jesus. We love you, Jesus. We love you, Jesus. Variasi Koreano Rokumash Karabashale Rakasin. And holy, holy, holy are you, Lord. And holy, holy, holy are you, Lord. The elders and angels bow, the redeemed worship you now. Holy, holy, holy are you, Lord. We sing a holy, holy, holy are you, Lord. We love you, Jesus. Holy, we love you, Holy Spirit. Holy are you, Lord. None of the others voice. The elders and angels bow, the redeemed worship you now. Holy, holy, holy are you, Lord. Holy, 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 holy are you, Lord. the ground മുഴുവൻ ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിൽ, അഭിഷേകത്തിൽ. The elders and angels bow, the redeemed worship you now. Holy, holy, holy Hallelujah. are you, Lord. Hallelujah. Hallelujah. Hallelujah.
We worship you. Hallelujah. 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 Worship you, Jesus. Oh, hallelujah. We glorify your name. Hallelujah. ശബ്ദമുയർത്തി. Hallelujah. Hallelujah. എല്ലാവരും ചേർന്ന് we worship you, Jesus. We worship you, Jesus. And glorify your name. Fill this place with your glory. The tangible presence. Attest every word today. Your name in all the earth. Then Sings my soul, my Savior God, to thee. how great you are. How great thou art. How great you are, Jesus. How great thou art. Then sings my soul, my Savior God, to thee. How great you are. How great thou art. How great thou art. Father, we thank you for today morning. കർത്താവേ, ഇന്ന് നല്ല ദിവസത്തിനായി നല്ല പ്രഭാതത്തിനായി നന്ദി This is പറയുന്നു. the day that you have made for us to dance and rejoice in you. കർത്താവ്, ഇന്നത്തെ ദിവസം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസം, അതുകൊണ്ട് ഞങ്ങൾ കർത്താവിൽ സന്തോഷിച്ച് ആനന്ദിക്കും. This is the day of great hope and glory. കർത്താവ്, ഇന്നത്തെ ദിവസം വളരെ പ്രത്യാശയുടെ മഹത്വത്തിന്റെ ദിവസമാകിയ To remind ourselves that you are alive and still living. കർത്താവ് ഞങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാൻ, അങ്ങ് ജീവനോടെ ഉണ്ടെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായി ദിവസനായി സ്തോത്രം. Thank you, Father, നന്ദി പിതാവേ, for this beautiful day. ഈ മനോഹര ദിവസത്തിനായി നന്ദി. And thank you for all those who are here and all those who are watching us online. കർത്താവ്, ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവർക്കും വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. We give you glory, we give you praise. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് In തരുന്നു. Jesus' name. യേശുവിൻ നാമത്തിൽ തന്നെ. Bless at least 4 or 5 people and then you may be ഒരു seated. 4-5 പേരെ തൊട്ട് അനുഗ്രഹിച്ചേച്ച് നമുക്ക് അതത് സ്ഥാനങ്ങളിൽ ഇരിക്കാം. It's a joy again to be with you as a family in Jesus' name. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒന്നിച്ച് കുടുംബമായിട്ടായിരിക്കുവാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. And we are having a wonderful time in Kumbanad. കുമ്പനാട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ മനോഹരമായ ദിവസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. And tonight is the last meeting of this Kumbanad convention today. ഇന്ന് വൈകുന്നേരത്തെ മീറ്റിംഗോട് കൂടി ആയിരിക്കും കുമ്പനാട് കൺവെൻഷൻ അവസാനിക്കുന്നത്. And I believe there is a reset going on in the heavenlies. സ്വർഗീയ മണ്ഡലങ്ങളിൽ ഒരു പുനഃക്രമീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. It is a resetting time. ഇത് ഒരു പുനഃക്രമീകരണത്തിന്റെ സമയമാണ്. If you look at 2025, നിങ്ങൾ ഈ 2025ലേക്ക് നിങ്ങൾ നോക്കിയാൽ, I had in the New Year message said it is a different year because we got a different message from the book of John. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സന്ദേശമാണ്, ഒരു ദൂതാണ് ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഒരു വ്യത്യസ്തതയുടെ വർഷമായിരിക്കും. It is a year of resetting. ഈ വർഷം എന്ന് പറയുന്നത് ഒരു പുനഃക്രമീകരണത്തിന്റെ വർഷമായിരിക്കും. You will see a reset in the political realm, reset in the economic realm, and therefore the natural is happening. So in the spiritual realm it will be in a higher acceleration. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, രാഷ്ട്രീയപരമായി മറ്റ് എല്ലാ
എല്ലാപരമായും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തികമായും എല്ലാം വ്യവസ്ഥയിൽ ഒരു റീസെറ്റ് നടക്കുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾ ആദ്യം നടക്കും. അത് കഴിഞ്ഞ് ഹല്ലേലൂയ ഫസ്റ്റ് ദ നാച്ചുറൽ ദെൻ ദ സ്പിരിച്വൽ. ആദ്യമേ ഭൗമികമായ കാര്യം വരും, പിന്നത്തേതിൽ ആത്മീകം വരുന്നു. And so we are excited. അതുകൊണ്ട് നമ്മൾ വളരെയധികം ഉത്സാഹഭരിതരാണ്. And we are just back from Chhattisgarh. ഞങ്ങൾ ഛത്തീസ്ഗഡിൽ നിന്ന് തിരിച്ചു വന്നതാണ്. And it was a very exciting time there. ഛത്തീസ്ഗഡിലെ മീറ്റിംഗ് വളരെയധികം ഉത്സാഹഭരിതമായ ദിവസങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. Because as you know, Chhattisgarh is going through a very challenging time. ഒരു വളരെ വെല്ലുവിളി നേടുന്ന സമയത്തൂടെയാണ് ഛത്തീസ്ഗഡിലെ സഭ പോയിക്കൊണ്ടിരിക്കുന്നത്. And so it was as if, as the Bible says in the book of Matthew, people were sitting in fear, people were sitting in uncertainty, but this meeting had a breakthrough in the supernatural. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് പോലെ അവിടെ ഇരുന്ന ജനം അവര് ഭയത്തിലും അവരുടെ അനിശ്ചിതത്വത്തിലുമായിരുന്നു. എന്നാൽ അവരുടെ മധ്യത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ ഒരു വലിയ സന്തോഷം അവരുടെ മധ്യത്തിൽ വ്യാപരിക്കുവാനിടയായി. This gospel is a gospel of hope. ഈ സുവിശേഷം എന്ന് പറയുന്നത് ഒരു പ്രത്യാശയുടെ വാർത്തയാണ്. And this is a gospel which is of power attested. ശക്തിയാൽ നിർണയിക്കപ്പെട്ടതായ ശക്തിയുടെ സുവിശേഷമാണ് നമ്മൾ പറയുന്നത്. Hallelujah. Hallelujah. And of these days before Chhattisgarh, I was in a time alone, totally locked up in prayer for some days. ഛത്തീസ്ഗഡിൻ മീറ്റിംഗിന് മുമ്പ് പൂർണ്ണമായും ദൈവസന്നിധിയിൽ ഞാൻ ഇരിക്കുവാൻ കർത്താവ് കൃപ തന്നു. Separated my time. എന്നെ തന്നെ വേർതിരിച്ചു, സമയം വേർതിരിച്ചു. And at that time the Holy Spirit in me was praying for the churches which are becoming more and more in the natural. They are becoming in the flesh, and the fear of God is departing. ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അകത്തെ ഒരു പ്രാർത്ഥന, ദൈവ ഭയം സഭയ്ക്കകത്തുനിന്ന് മാറിപ്പോയി. അതെന്റെ വലിയൊരു മനപ്രയാസമായിരുന്നു. Every church, every believer now thinks and takes things for granted. എല്ലാ വിശ്വാസികളും സഭകളും കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കുന്നത് പോലെ. I'm not talking about everybody. ഞാൻ എല്ലാവരെ കുറിച്ചുമല്ല ഞാൻ സംസാരിക്കുന്നത്. When I was in Delhi, they said there is the Kerala pastors don't like North Indian pastors, and North Indian pastors does not like Kerala pastors. ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ വടക്കേന്ത്യയിലെ പാസ്റ്റർമാർക്ക് കേരളത്തിലെ പാസ്റ്റർമാരെ ഇഷ്ടമല്ല, കേരളത്തിലെ പാസ്റ്റർമാർക്ക് വടക്കേന്ത്യയിലെ പാസ്റ്റർമാരെ ഇഷ്ടമല്ല. When I was in Chhattisgarh, they say Orissa pastors don't like Hindi pastors, Hindi pastors don't like Malayalam pastors. ഒറീസയിലെ ഛത്തീസ്ഗഡിലായിരുന്നു പറഞ്ഞു, ഒറീസ പാസ്റ്റർമാർക്ക് ഹിന്ദി പാസ്റ്റർമാരെ ഇഷ്ടമല്ല, അവർക്ക് മലയാളികളെ ഇഷ്ടമല്ല. So a question arises in me. എൻ്റെ അകത്ത് ഒരു ചോദ്യം ഉയർന്നു വന്നത് ഇപ്രകാരമാണ്. Do we really believe Jesus is alive? നമ്മൾ വാസ്തവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ യേശു കർത്താവ് ജീവനോടെ ഉണ്ടെന്ന്? Do we really believe that this book is the book of truth? ഈ പുസ്തകം ദൈവത്തിന്റെ വചനം അത് സത്യപുസ്തകമാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? Do you believe that every word, a dot and comma is real in this word? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കുത്തും കോമയും അത് സത്യമാണ് എന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? If you believe it, shout an amen. അത് വിശ്വസിക്കുന്നതിൽ ആർത്ത് വിളിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. From your heart say an amen. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു ആമേൻ പറഞ്ഞാട്ടെ. If this book is real, ഈ പുസ്തകം വാസ്തവമാണെങ്കിൽ, if this book is real and you believe it, ഈ പുസ്തകം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, then the Bible says we are one body, one spirit, all connected with the head, and that is Jesus Christ, and in Christ all are one. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നു, നമ്മൾ ഒരൊറ്റ ശരീരമാണ്, ഒറ്റ ക്രിസ്തു എന്ന തലയുടെ ഒറ്റ ശരീരത്തിന്റെ പല അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. And one of the things that the Holy Spirit hates, and that is why the Bible says cast out the divisive man, the man who causes division in the church. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഓർപ്പിക്കുന്നത്, ഭിന്നതയുടെ ആത്മാവിനെ അതിനെ ശാസിക്കുക, അതിനെ പുറത്താക്കുക. I did not say, the Holy Spirit says. ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്. That do not have any communion with a man who brings division in the church. ഭിന്നത, സഭയ്ക്കകത്ത് ഭിന്നത കൊണ്ടുവരുന്ന ഒരു വ്യക്തിയുമായിട്ടും ഒരു തരത്തിലുള്ള ബന്ധവും വേണ്ട. Because you are destroying the body of Jesus Christ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ
യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ നിങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. So let us dive into the word. നമുക്ക് Right, this is the day of resurrection. നമുക്ക് നേരെ ദൈവവചനത്തിലേക്ക് പോകാം. ഇന്നത്തെ ദിവസം അത് പുനരുത്ഥാനത്തിന്റെ ദിവസമാണ്. I will take a text from 1 Corinthians chapter number 15. 1 കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ദൈവവചനത്തിൽ തുറക്കാം. As everyone knows, just to remind you, all those who are watching online, today is live. I speak in English so that the translation can go for different languages. ഞാൻ ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും കൂടെ പറയട്ടെ, ഇന്നത്തെ ശുശ്രൂഷ ഇംഗ്ലീഷിലായിരിക്കും. കാരണം മറ്റനേക ഭാഷക്കാര് ഈ മീറ്റിംഗ് Usually I preach in English. ഞാൻ സാധാരണഗതിയിൽ ഞാൻ ഇംഗ്ലീഷിലാണ് In സംസാരിക്കുന്നത്. Kumbanad, I just went directly in Malayalam. എന്നാൽ കുമ്പനാട് ഞാൻ മലയാളത്തിൽ തന്നെയാണ് ശുശ്രൂഷിച്ചത്. But every Sunday service goes and gets translated into different languages. So that is why I insist preaching in English. ഞാൻ ഞായറാഴ്ച എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ശുശ്രൂഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ തർജിമ പല ഭാഷകളിൽ ഇത് ഈ മെസ്സേജ് തർജിമ ചെയ്തു പോകുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ശുശ്രൂഷിക്കുന്നത്. We are now translating into 3 languages. By December, my desire is to go in 130 languages in India alone. ഈ ഡിസംബർ മാസം മുതൽ 3 ഭാഷകളിലേക്ക് നമ്മുടെ ഈ മീറ്റിംഗ് ഇപ്പോൾ 3 ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ആകുന്നുണ്ട്. ഡിസംബർ ആകുമ്പോൾ 130 ഭാഷകളിൽ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ത്യയിൽ തന്നെ ഉള്ള ഭാഷകൾ. Amen. Hallelujah. Hallelujah. So let's go dive into the word. It comes from 1 Corinthians chapter number 15 and verse 58. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യം. Therefore, my brethren, beloved brethren, steadfast, immovable, always abounding in the work of the Lord, knowing that your labor is not in vain in the Lord. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. Can we read the word once again? നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഉറക്കെ നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. Therefore, my beloved brethren, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, be steadfast, നിങ്ങൾ ഉറപ്പുള്ളവരും immovable, നിങ്ങൾ കുലുങ്ങാത്തവരും, always abounding in the work of the Lord, കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. knowing that your labor is not in vain in the Lord. നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. Hallelujah. Hallelujah. നിങ്ങൾ അറിയണം, വിശ്വസിക്കണമെന്നല്ല, നിങ്ങൾ അറിയണം. Know that whatever you are doing for the Lord, that work will not be going in vain. നമ്മൾ തിരിച്ചറിയണം, കർത്താവിന്റെ വേലയിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലും അത് വ്യർത്ഥമായി പോകത്തില്ല. Hallelujah. Hallelujah. We are going to have a wonderful time this weekend in Ayarkundam. ഈ ആഴ്ചയുടെ അവസാനം അയർക്കുന്നത്തിൽ ഒരു വളരെ മനോഹരമായ ഒരു സമയത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. I want every one of you to come. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും അയർക്കുന്നത്ത് നടക്കുന്ന മീറ്റിംഗിലേക്ക് കടന്നു വരണം. 26th and 27th. ഈ മാസം 26, 27 This Saturday and Sunday. ഈ വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും We will have a wonderful time. Already the Lord is giving a wonderful message to me. ഇപ്പോൾ തന്നെ കർത്താവ് വളരെ മനോഹരമായ ഒരു സന്ദേശം അയർക്കുന്നതിന് വേണ്ടി എൻ്റെ അകത്ത് കർത്താവ് തന്നിട്ടുണ്ട്. Turn to someone and say, don't miss 26, 27. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറയണം, 26, 27 നിങ്ങൾ മിസ് ചെയ്യരുത്. You should come. നിങ്ങൾ നിശ്ചയമായിട്ടും വരണം. And don't come alone. Come with a friend or a relative. നിങ്ങൾ വെറുതെ വെറും കൈയോടെ മടങ്ങി വരരുത്. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സ്നേഹിതനെയോ മടങ്ങി വരരുത് എന്നല്ല, വരണമെന്നാ പറഞ്ഞേ. Hallelujah. മടങ്ങി വരവല്ല. Hallelujah. ഒറ്റയ്ക്ക് വരരുത്, ആരെങ്കിലും വിളിച്ചോണ്ട് വരണം. അടുത്തിരിക്കുന്ന ആളിനെ കൈ ഒന്ന് കോർത്ത് പിടിച്ചൊന്ന് പറഞ്ഞ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ആയർക്കുന്നത്ത് ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ട് വരണം. ആരെയും കൂട്ടി കിട്ടിയില്ലെങ്കിൽ നിങ്ങളെങ്കിലും വരണം. Hallelujah. So whatever we do, as we do unto the Lord, know that your labor is not in vain. നമ്മൾ കർത്താവിന്റെ വേലയിൽ എന്ത് ചെയ്താലും നമ്മൾ തിരിച്ചറിയണം, അതൊന്നും വ്യർത്ഥമല്ല. Let it be giving a glass of water, let it be giving one tract, let it be doing anything, giving someone lift to come to the church. Whatever you do, know that he is watching you. നമ്മൾ കർത്താവിന്റെ നാമത്തിൽ ഒരു കപ്പ് വെള്ളം എടുത്തു കൊടുത്താലോ ഒരു ട്രാക്ട് കൊടുത്താലോ ഇനി വഴി നിൽക്കുന്ന ഒരാളെ സഭയിലേക്ക് നിങ്ങളുടെ വാഹനത്തിൽ
കൂട്ടിക്കൊണ്ട് വന്നാലോ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ചെയ്യുന്നതൊക്കെ കർത്താവ് ശ്രദ്ധയോടെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. He knows every intent of your heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ നിലവുകളെ പോലും എന്റെ കർത്താവിന് നന്നായി അറിയാം. And such a wonderful word, the Bible says, with him we have connection. കർത്താവിന്റെ വചനത്തിൽ വളരെ മനോഹരമായ ഒരു വാക്കുണ്ട്, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. He who knows the intent of my heart, എന്റെ ഹൃദയത്തിന്റെ അന്തരിന്ദ്രിയങ്ങളെ അറിയുന്നവൻ, who knows the thought of my life, എന്റെ ചിന്തകളെ അറിയുന്നവൻ, he sees everything. അവന് സകലതും കാണാം. And the Bible says, ദൈവവചനം പറയുന്നു, he dwells in the secret place, അവൻ രഹസ്യ സ്ഥലത്തിൽ വസിക്കുന്നു. and from the secret place, ആ രഹസ്യ സ്ഥലത്ത് നിന്നും he is watching each one of you, അവൻ നമ്മെ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുന്നു. but he rewards you openly. എന്നാൽ അവൻ പരസ്യമായി നിങ്ങൾക്കും എനിക്കും പ്രതിഫലം തരും. Hallelujah. Hallelujah. You might be thinking no one is watching you, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ആരും എന്നെ കാണുന്നില്ല, no one is encouraging me, എന്നെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, no one is looking at me. എന്നെ ആരും നോക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കും. But that is a lie from the devil. അത് പിശാചിൽ നിന്നുള്ള ഒരു നുണയാണ്. God knows everything that you know. നിങ്ങളെ സകലതും അറിയേണ്ടത് പോലെ അവൻ അറിയാം. And he knows you better than you know yourself. നിങ്ങൾ നിങ്ങളെ അറിയുന്നതിനേക്കാൾ നന്നായി യേശുവിന് നിങ്ങളെ അറിയാം. Because he chose you even before the foundation of the earth. എന്തുകൊണ്ടെന്നാൽ നിങ്ങളെയും എന്നെയും ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിനും അവൻ തെരഞ്ഞെടുത്തതാ. He knows everything that you are doing. നിങ്ങൾ ചെയ്യുന്നത് സകലതും അവന് നന്നായി അറിയാം. Today, ഇന്ന് he knows in which seat you are sitting. നിങ്ങൾ ഏത് കസേരയിലാണ് ഇരിക്കുന്നത് പോലും അവന്റെ കർത്താവിന് അറിയാം. Oh, you think no one is watching me. ചിലർ ചിന്തിക്കും, എന്നെ ആരും കാണുന്നില്ല. Oh, he is watching all the time. എന്നാൽ അവൻ നിന്നെ എല്ലായ്പ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് You ചെയ്യുന്നത്. might be thinking no one is hearing me. നിങ്ങൾ ചിന്തിക്കും, എന്നെ ആരും കേൾക്കാനില്ല. He is hearing you all the time. എല്ലാ സമയം അവൻ നിങ്ങളെ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. In the book of Acts we read, അപ്പോസ്തലപ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നു, oh, the angel is telling Cornelius, കൊർന്നല്യോസിനോട് ദൂതൻ വന്ന് പറയുകയാണ്, angel is saying ദൂതൻ വന്ന് പറയുകയാണ്, that call Peter, whose പത്രോസിനെ name is Simon. ശീമോൻ എന്ന് പേരുള്ള മറുപേരുള്ള പത്രോസിനെ വരുത്തുക. He is staying in Joppa in the house of the tanner or Simon. അവൻ തോൽക്കൊല്ലനായ യോപ്പയിൽ തോൽക്കൊല്ലനായ ശിമോന്റെ കൂടെ അവന്റെ വീട്ടിൽ താമസിക്കുന്നു. അവനെ വിളിക്കുക. The angel is giving the address. ദൂതൻ അവന് അഡ്രസ് പറഞ്ഞു കൊടുക്കുക. Hallelujah. We think no one is seeing, no one is watching, but there is an unseen world. There are angels around you who know exactly where you are, and let me tell you, they will pinpoint you and bless you beyond your imagination when you do it unto the Lord. നിങ്ങൾ കർത്താവിന് എന്നതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, എന്നെ ആരും കാണുന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, അവൻ നമ്മളെ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. അവൻ നിനക്കും എനിക്കും പ്രതിഫലം തരിക തന്നെ ചെയ്യും. Knowing that he is watching me, അവൻ എന്നെ കാണുന്നുണ്ട്, he is alive, അവൻ ജീവനോടെ ഉണ്ട്, and everything has a reward. എല്ലാത്തിനും സകലത്തിനും ഒരു പ്രതിഫലമുണ്ട്. This is chapter number 15, 1 Corinthians, last word. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമാണ് ഈ പറഞ്ഞത്. Now, why is this word being written as starting from therefore? എന്തുകൊണ്ടാണ് ആ വചനം ആരംഭിക്കുമ്പോൾ അതുകൊണ്ട് ആകയാൽ എന്ന് പറഞ്ഞ തുടങ്ങിയിരിക്കുന്നത്? Because 1 Corinthians 15, chapter number 15, verse number 1 onwards, the Holy Spirit is proving that Jesus is alive. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ പരിശുദ്ധാത്മാവ് തെളിയിക്കുകയാണ് യേശു കർത്താവ് ജീവനോടെയുണ്ട്. That he is really alive. അവൻ വാസ്തവമായും ജീവനോടെ ഉണ്ട്. The Bible says the Holy Spirit is recording, first he appeared to Peter, then to the 11, then to 500, and then to Paul. He is recording to assure you that it is an evidence that Jesus is risen from the dead. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഉയർത്തെഴുന്നേറ്റ യേശു ആദ്യം പത്രോസിന് വെളിപ്പെട്ടു, പിന്നെ 11 പേർക്ക് വെളിപ്പെട്ടു, പിന്നെ 500-ലധികം ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടു, അതിനുശേഷം പൗലോസിന് വെളിപ്പെട്ടു. ഇതെല്ലാം തെളിയിക്കുന്ന ഒരു കാര്യം, യേശു കർത്താവ് ജീവനോടെ ഉണ്ട്. It is trying to prove that Jesus is alive. അത് പറയാൻ ശ്രമിക്കുന്ന, തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം യേശു കർത്താവ് ജീവനോടെ ഉണ്ടെന്നുള്ളതാണ്. First to Peter. ഒന്നാമത് പത്രോസിനോട്. Why
Why to Peter? എന്തുകൊണ്ട് പത്രോസിനോട്? Because Peter is guilty and he is afraid how to face Jesus. പത്രോസിനോട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം, പത്രോസിനകത്ത് വളരെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. തനിക്ക് ഭയമായിരുന്നു എങ്ങനെ യേശുവിനെ മുഖാമുഖം കാണുമെന്ന്. So when Jesus rose from the dead, യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ the first thing he said, ആദ്യം അവൻ പറഞ്ഞത്, go and tell Peter, പത്രോസിനോട് പോയി പറ, I am alive, ഞാൻ ജീവനോടെ ഉണ്ട്, come back to me. എന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. Hallelujah. Hallelujah. If 1 Corinthians 15 is talking about the resurrection of Jesus, 1 കൊരിന്ത്യർ 15-ാം അധ്യായം യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. I would like to know what is the benefit that Jesus is risen from the dead. യേശു കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റതിൽ നിന്നും എനിക്ക് എന്താണ് പ്രയോജനമെന്ന് എനിക്ക് അറിയണമായിരുന്നു. Hallelujah. Hallelujah. If Jesus has risen from the dead, യേശു കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെങ്കിൽ it is not to start a religion. അതൊരു മതം സ്ഥാപിക്കാൻ വേണ്ടിയല്ല. It is not to start a religion. അതൊരു മതം ആരംഭിക്കാൻ വേണ്ടിയല്ലായിരുന്നു. He started something which is beyond our imagination. നമ്മുടെ ചിന്തകൾക്ക് മുകളിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. That Jesus did not want to be acknowledged during his lifetime as a prophet or a good man, but he wanted to make it clear that he was the Christ. യേശു കർത്താവ് തന്റെ ഐഹിക ജീവകാലത്ത് യേശു കർത്താവ് ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരു നല്ല പ്രവാചകനായിരുന്നു, ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് കാണിക്കാനല്ല യേശു കർത്താവ് നടന്നത്. യേശു കർത്താവ് രക്ഷകനാണെന്ന് തെളിയിക്കുകയായിരുന്നു യേശു കർത്താവ് ചെയ്തത്. In Matthew 16 he says, ask his disciples, what do you say? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? What is your opinion? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? Some said, ചിലരിങ്ങനെ പറഞ്ഞു, you are John the Baptist. നിങ്ങൾ യോഹന്നാൻ സ്നാപകനാണ്. Jesus is not accepting it. യേശു അത് സ്വീകരിച്ചില്ല. Some say you are Elia. ചിലർ പറഞ്ഞു നീ ഏലിയാവാണ്. No, I don't accept that. യേശു അതും അംഗീകരിച്ചില്ല. Some say you are some big man, Old Testament prophet. അവര് പറഞ്ഞു നിങ്ങൾ പഴയ നിയമത്തിലെ വലിയ പാർട്ടികളിൽ ആരോ ഒരാളാണെന്ന് പറഞ്ഞു. And this is the rumors that are spreading. എന്തുകൊണ്ടെന്നാൽ ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. Hallelujah. Hallelujah. Because the works of Jesus attested him. തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു എന്ന് പറഞ്ഞ ഒരുവനേ ഉള്ളൂ, അവനാണ് ക്രിസ്തു. Hallelujah. Hallelujah. Jesus immediately, യേശു പെട്ടെന്ന്, when Peter said you are the Christ, നീ ക്രിസ്തു തന്നെ എന്ന് പറഞ്ഞപ്പോൾ, ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ, the only Christ, നീ ആകുന്നു ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ, Jesus said, യേശു പറഞ്ഞു, this is the revelation. ഇതൊരു വെളിപ്പാടാണ്. This is a revelation. ഇതൊരു വെളിപ്പാടാണ്. Peter, പത്രോസേ, you did not get by my preaching. എന്റെ പ്രസംഗത്തിൽ നിന്നല്ല നിനക്ക് ഇത് കിട്ടിയത്. But Father revealed it to you. എന്റെ പിതാവ് നിനക്ക് ഇത് വെളിപ്പെടുത്തിയതാ. And then പെട്ടെന്ന് he said like this, അവൻ ഇങ്ങനെ പറയുകയാണ്, I will build my church. ഞാൻ എന്റെ സഭയെ പണിയും. I will chill my ecclesia. എന്റെ എക്ലീസിയ ഞാൻ പണിയും. The Bible says ecclesia, that is the Greek word of the church. സഭയ്ക്ക് ഗ്രീക്ക് പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് എക്ലീസിയ എന്നുള്ളത്. And the English translation is church. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്ന് പറയുന്നത് സഭ എന്നാണ്. I want to tell you what is ecclesia. ഞാൻ നിങ്ങളോട് എക്ലീസിയ എന്താണെന്ന് പറയട്ടെ. Ecclesia is only in a kingdom. എക്ലീസിയ ഒരു രാജ്യത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ്. It is not in a democracy. അതൊരു ജനാധിപത്യ സമ്പ്രദായത്തിൽ വരുന്നതല്ല. In a democracy, ജനാധിപത്യത്തിൽ we vote someone to power, നമ്മൾ ചിലരെ അധികാരത്തിൽ എത്തിക്കും. and they in turn appoint someone to lead the power. അവര് ആ അധികാരത്തിനായിട്ട് അവര് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാക്കും. And then there is a cabinet who advises the leader. ആ പ്രധാനപ്പെട്ട നേതാവിനെ അഡ്വൈസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ ക്യാബിനറ്റ് ഉണ്ടാക്കും. And that is called a group of ministers. അതിനെയാണ് മന്ത്രിമാരുടെ കൂട്ടം എന്ന് മന്ത്രിസഭ എന്ന് പറയുന്നത്. That is called what is in democracy. അതാണ് ഡെമോക്രസി ജനാധിപത്യത്തിൽ സംഭവിക്കുന്നത്. But when the kingdoms were there, എന്നാൽ കിങ്ഡം രാജ്യത്വമുള്ളിടത്ത്, the Greek kingdom, the Roman Empire, റോമൻ സാമ്രാജ്യമായിട്ട് ഗ്രീക്ക് സാമ്രാജ്യമായിക്കോട്ടെ, they were not electing a king. അവർ രാജാവിനെ തെരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. The king was born as a prince and then he became the king. ആ രാജാവ് ഒരു രാജകുമാരനായിട്ട് ജനിക്കും, അവൻ വളർന്നവൻ രാജാവാകും. And when he becomes the king, അവൻ രാജാവാകുമ്പോൾ he chooses people. അവൻ ചില വ്യക്തികളെ തെരഞ്ഞെടുക്കും. Chooses the people. ചില വ്യക്തികളെ അവൻ തെരഞ്ഞെടുക്കും. They are not elected. അവർ വോട്ട് ചെയ്ത് നേടിയവരല്ല. They are not elected, they are selected. അവർ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല, അവർ ദൈവത്താൽ അല്ല രാജാവിനാൽ സെലക്ട് ചെയ്യപ്പെട്ടവരാ. They are selected by the king. അവർ രാജാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. They don't advise
advise the king, അവർ രാജാവിനെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. but they implement what the king has spoken. രാജാവിന് എന്താണോ ചെയ്യാനുള്ളത് അത് അവരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. That is the ecclesia. അതിനെയാണ് എക്ലീസിയ എന്ന് പറയുന്നത്. Jesus is the king. യേശുവാണ് രാജാവ്. You are the ecclesia. നിങ്ങളാണ് സഭ. You are selected. നിങ്ങൾ I തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. chose you. You did not choose me. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാ. I chose you. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. I chose you. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. Not for just a Sunday morning. ഒരു ഞായറാഴ്ചത്തേക്ക് വേണ്ടി മാത്രമല്ല, It is to go to the ends of the earth ലോകത്തിന്റെ അന്ത്യത്തോളം പോകുവാൻ and teach the people what I command you. ഞാൻ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചതെന്ന് ജനത്തെ പഠിപ്പിക്കുവാൻ. That is the ecclesia. അതാണ് സഭ. That is the ecclesia. അതാണ് എക്ലീസിയ. I will build my ecclesia, ഞാൻ എന്റെ എക്ലീസിയ പണിയും. which is built on my revelation. അതെന്റെ വെളിപ്പാടിന്മേലാണ് പണിയുന്നത്. And the gates of hell will not stand against it. പാതാള ഗോപുരം അതിനെ ജയിക്കയില്ല. Hallelujah. ഹല്ലേലൂയ. Hallelujah. Then he said, പെട്ടെന്ന് യേശു പറയുകയാണ്, എന്നിട്ട് യേശു പറയുകയാണ്, don't say it to anybody ഇപ്പോൾ നിങ്ങൾ ഇത് ആരോടും പറയരുത്, that I am Christ. ഞാൻ ക്രിസ്തുവാണ് നിങ്ങൾ ആരോടും പറയരുത്. Why? എന്തുകൊണ്ട്? Then Jesus said എന്നിട്ട് യേശു പറയുകയാണ്, that I will be going to Jerusalem. ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നു, I will be going through a suffering, ഞാൻ ഒരു കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നു, and I will be killed by them. ഞാൻ അവരാൽ കൊല്ലപ്പെടും, And then എന്നിട്ട് the third day മൂന്നാം ദിവസം I will raise up from the dead. ഞാൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. Look at the words of Jesus. യേശു കർത്താവിന്റെ വാക്കുകൾ നോക്കിയാട്ടെ. He did not say, അവൻ ഒരിക്കലും ഇപ്രകാരം പറഞ്ഞില്ല, I might raise up from the dead. ഞാൻ ഒരുപക്ഷേ മരിച്ചിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമായിരിക്കും എന്ന് പറഞ്ഞില്ല. There is only one person എന്നാൽ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. in his whole ministry. അവന്റെ ശുശ്രൂഷയെ മുഴുവൻ He boldly said, അവൻ ധൈര്യത്തോടെ പറഞ്ഞത്, I will die, ഞാൻ മരിക്കും, but third day I will rise again. എന്നാൽ മൂന്നാം ദിവസം There ഉയർത്തെഴുന്നേൽക്കും. is no man on earth. ഈ ഭൂമിയിൽ മറ്റൊരു മനുഷ്യനും They might have spoken big things, അവർ വൻ കാര്യങ്ങൾ പറഞ്ഞു കാണും, but they never said, എന്നാൽ അവരാരും പറഞ്ഞില്ല, I will die, ഞാൻ മരിക്കും, and third day I will rise മൂന്നാം again. ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും ആരും പറഞ്ഞില്ല. Only one can say that. ഒരുവന് മാത്രമേ പറയുവാൻ കഴിയൂ, The Savior of the world, ലോകത്തിന്റെ രക്ഷകൻ, God Himself. അവൻ ദൈവം തന്നെ. His name is Jesus. അവന്റെ പേര് യേശു എന്ന്. Can you shout an amen? ഉറക്കെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. That is why അതുകൊണ്ടാണ് in the book of John, യോഹന്നാന്റെ സുവിശേഷം Jesus said like this, യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, I lay my life on my own. എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ വെച്ചു കൊടുക്കും. I will lay it. ഞാൻ വെച്ചു കൊടുക്കും. No one can kill me. ആർക്കും എന്നെ കൊല്ലുവാൻ കഴിയില്ല. I will lay it on my own accord. എന്നെ തന്നെ ഞാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. And I will die. ഞാൻ മരിക്കും. I will lay my own life. ഞാൻ എന്റെ ജീവിതം തന്നെ വെക്കും. And I will take it back. ഞാൻ തന്നെ അതിനെ തിരികെ എടുക്കും. Hallelujah. Hallelujah. No man has said like that. ആരും അതുപോലെ പറഞ്ഞില്ല. Only God can say like that. ദൈവത്തിന് മാത്രമേ എങ്ങനെ പറയുവാൻ കഴിയൂ. Why am I saying this? എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്? This day of resurrection, ഈ പുനരുത്ഥാന ദിവസത്തിൽ the same Christ അതേ ക്രിസ്തു today ഇന്ന് is living inside of you, നിങ്ങളിൽ വസിക്കുന്നു. so that you will always say, അതുകൊണ്ട് നിങ്ങളും I എപ്പോഴും will പറയും, increase and never decrease. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച Even പ്രാപിക്കില്ല. though I walk through the valley of shadow of death, ഞാൻ മരണ നിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്നു I പോയാലും will fear no evil, ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. because nothing wrong will happen in my life. തിന്മയായതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. Because my God, എന്തുകൊണ്ടെന്നാൽ എന്റെ ദൈവം He promised me, അതിനോട് I will പോലെ never leave you, അവൻ നിന്നെ വിടുകയില്ല, never forsake you. അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. And He is alive. അവൻ ജീവനോടുണ്ട്. He is alive. അവൻ ജീവനോടുണ്ട്. If you believe അത് it, വിശ്വസിക്കുന്നുവെങ്കിൽ shout an amen. ഉറക്കെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. That is why when Jesus talked about the devil in John 10, in 18 he said, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, in 10:10 he said, 10:10 പറയുകയാണ്, പിശാചിനെ കുറിച്ച് പറയുകയാണ്, he is a robber, destroyer, but I have come to give you life. അവൻ മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനുമാണ് കള്ളൻ വരുന്നത്, എന്നാൽ ഞാൻ വരുന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും. And to give you life, നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ നൽകുവാൻ there should be a sacrifice, അതൊരു യാഗമാകണം, so that you will be cleansed from everything. നിങ്ങൾ സകലത്തിൽ നിന്ന് നിങ്ങൾ ശുദ്ധരാകണം. Hallelujah. Hallelujah. Then in verse 18 he said, എന്നിട്ട് അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ വചനം പറയുകയാണ്, that no
no one can take it from me, but I lay my life down myself. I have the power to lay it down. I have the power to take it then. This is the command I received from the Father. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്നും എനിക്ക് ലഭിച്ചിരിക്കുന്നു. Hallelujah. Hallelujah. He said, യേശു പറയുകയാണ്, on the third day I will rise again. മൂന്നാം ദിവസം ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. The gospel records like this. സുവിശേഷം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. In the third day, മൂന്നാം ദിവസം Mary and everyone, മറിയ മറ്റുള്ളവരും they took spices to go to the grave. അവർ സുഗന്ധദ്രവ്യങ്ങളുമായി അവർ കല്ലറയ്ക്കലേക്ക് പോയി. They never expected that this man will rise up. ഈ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. They thought he was a good man. അവർ ചിന്തിച്ചത് അവരൊരു നല്ല മനുഷ്യനായിരുന്നു. But now he is dead. അവൻ മരിച്ചുപോയി. They forgot the last word. എന്നാൽ യേശുവിന്റെ അവസാനത്തെ വാക്ക് അവർ ഓർത്തില്ല. I will die. ഞാൻ മരിക്കും, I will raise up. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. Hallelujah. Hallelujah. Turn to someone and say, അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, you don't put full stop anywhere in your life. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ഥലത്തും പൂർണ്ണ വിരാമമിടരുത്. You might be in the lowest of the lowest of the lowest time of your life, but there is hope because Jesus is alive. The same power is inside of you. നിന്റെ ജീവിതത്തിൽ നീ സകലയിടത്തും തീർന്ന അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ആയിരിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നിങ്ങളുടെ സമയം വരുന്നു. Hallelujah. 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 Now Jesus' resurrection. യേശു കർത്താവിന്റെ പുനരുത്ഥാനം. Now the woman went there. ആ സ്ത്രീകൾ ആ കല്ലറയ്ക്കൽ ചെന്നു. And the angel is saying, ദൂതൻ ഇപ്രകാരം പറയുകയാണ്, Matthew 27, Mark 15, all this you will see one word. മത്തായി 27 മർക്കോസിന്റെ സുവിശേഷം 16 നിങ്ങൾ ഒരു വാക്യം ഇപ്രകാരം കാണുന്നു. They went there, but the tomb was empty. അവർ അവിടെ കല്ലറയ്ക്കൽ ചെന്നു, എന്നാൽ ആ കല്ലറ ശൂന്യമായിരുന്നു. The stone was rolled away. അത് കല്ലറ മുഖത്ത് വെച്ചിരുന്ന കല്ല് ഉരുട്ടി മാറ്റി വെച്ചിരുന്നു. Oh, the stone was not rolled away by the angel for us to see. വാസ്തവത്തിൽ For Jesus to come out, sorry. യേശു കർത്താവിന് പുറത്തു വരാൻ വേണ്ടിട്ടല്ല കല്ലുരുട്ടി മാറ്റി വെച്ചത്, Hallelujah. മറിച്ച് നമ്മൾ അത് തിരിച്ചറിയാൻ വേണ്ടിട്ടാണ്. Hallelujah. Hallelujah. The stone was not removed that you may realize. It was rolled out that you may realize that he is not in the tomb. ആ കല്ലൊക്കെ ഉരുട്ടി മാറ്റി വെച്ചത് ഞങ്ങൾ തിരിച്ചറിയണം. ആ കല്ലറ ശൂന്യമാണ്, അവിടെ ആരുമില്ല. Because Jesus rose up with a glorious body. എന്തുകൊണ്ടെന്നാൽ യേശു കർത്താവ് തേജസ്കരിക്കപ്പെട്ട ശരീരവുമായിട്ടാണ് ഉയർത്തെഴുന്നേറ്റത്. He could walk into a room when it is shut. ആ കഥ അടച്ചിരിക്കുമ്പോൾ തന്നെ തനിക്കൊരു മുറിക്കകത്ത് കടന്നു ചെല്ലുവാൻ കഴിയുമായിരുന്നു. So no need for the angel to open the door. ഒരു ദൂതൻ വന്ന് ഈ വാതിൽ തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. But the angel said, ദൂതൻ ഇപ്രകാരം പറയുകയാണ്, come, വരിക, look at the tomb. ഈ കല്ലറ കാണുക, Come, വരിക, look at the tomb. ഈ കല്ലറ നോക്കുക. He is raised up as he said. അവൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. As he said. അവൻ പറഞ്ഞതുപോലെ. 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 He has risen. അവൻ ഉയർത്തെഴുന്നേറ്റു. As he said. അവൻ പറഞ്ഞതുപോലെ. As he said. അവൻ പറഞ്ഞതുപോലെ. When you remember the resurrection of Jesus. യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തെ നിങ്ങൾ ഓർക്കുമ്പോൾ, Remember. നിങ്ങൾ ഓർക്കുക, As he said. അവൻ പറഞ്ഞതുപോലെ He is going to return also. അവൻ മടങ്ങി വരികയും ചെയ്യും. We will return. അവൻ വരുന്നു. Do not be afraid. നിങ്ങൾ ഭയപ്പെടരുത്. Have faith in me. എന്നിൽ വിശ്വസിക്കുക. Have faith in God. ദൈവത്തിൽ I വിശ്വസിക്കുക. am going to prepare ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കാൻ a പോകുന്നു. mansion for you. ഞാൻ നിങ്ങൾക്ക് And when I prepare, ഞാൻ അത് I ഒരുക്കിയാൽ will come back again. ഞാൻ വീണ്ടും മടങ്ങി വരും. I will come back again. ഞാൻ വീണ്ടും മടങ്ങി വരും. If he said I will raise up and the empty tomb was shown to say he has risen up, same way he will also return. യേശു കർത്താവ് പറഞ്ഞു, അവൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ വേഗത്തിൽ മടങ്ങി വരും. He will return. അവൻ മടങ്ങി വരും. He will return. അവൻ മടങ്ങി വരും. Hallelujah. ഹല്ലേലൂയ. And he is returning അവൻ മടങ്ങി വരുന്നു for a glorious church. ഒരു തേജസ്കരിക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടി. The church
church that is washed with the water that is the word. ദൈവവചനമാകുന്ന വെള്ളത്താൽ കഴുകപ്പെട്ട ഒരു തേജസ്കരിക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടി അവൻ വരുന്നു. He is not coming for an ordinary church. ഒരു സാധാരണ സഭയ്ക്ക് വേണ്ടിയിട്ടല്ല അവൻ മടങ്ങി He വരുന്നത്. is not coming for an ordinary bride. ഒരു സാധാരണ മണവാട്ടിക്ക് വേണ്ടിയിട്ടല്ല അവൻ വരുന്നത്. Here, during a marriage, ഒരു കല്യാണ സമയത്ത്, during a marriage, ഒരു വിവാഹ ശുശ്രൂഷ സമയത്ത്, even if they have no money, the bride will decorate herself with ornaments. ഒരു ഒട്ടും പൈസ ഇല്ലെങ്കിലും ആ വധു വരുന്നത് ആഭരണ വേഷഭൂഷധാരിയായിട്ടായിരിക്കും വരുന്നത്. Oh, she will be totally decorated, made up. അവർ പൂർണ്ണമായിട്ടും അലങ്കരിക്കപ്പെട്ടവളായിട്ടായിരിക്കും അവൾ വരുന്നത്. That is why the book of Isaiah says, അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം പറയുന്നത്, as the groom decks with a turban and a bride is adorned, the church is entering into a reset period where you will be adorned and getting into that glorious era which we have never ever seen. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹത്വപൂർണമായ ഒരു സമയത്തിലേക്ക് സഭ മനോഹരിയായി അലങ്കരിക്കപ്പെട്ടവളായി വരുന്ന ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. The bride made herself ready. എന്റെ മണവാട്ടി തന്നെത്താൻ തയ്യാറാക്കുന്നു. Turn to someone and say, bride herself ready. അടുത്തിരിക്കുന്നവർ പറയണം, മണവാട്ടി തന്നെത്താൻ അവൻ വെടിപ്പാക്കുന്നു. Hallelujah. Hallelujah. This day of resurrection, ഈ പുനരുത്ഥാന ദിവസത്തിൽ it is not a celebration. ഇതൊരു കേവലം ആ ഉത്സവം മാത്രമല്ല, ആഘോഷം മാത്രമല്ല. It is a reminder. അത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. Number one, ഒന്നാമത്, he is risen. അവൻ ജീവനോടെ ഉണ്ട്. And he will do what he has said. അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ചെയ്തു. Number two, രണ്ടാമത്, he is coming soon അവൻ വേഗത്തിൽ മടങ്ങി വരുന്നു. to a glorious church. ഒരു മഹത്വപൂരിതമായ സഭയ്ക്ക് വേണ്ടി. He is coming for a glorious church. അവൻ മഹത്വപൂർണമായ ഒരു സഭയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ വരുന്നത്. Who is washed with the word. ആരാണോ ദൈവവചനത്താൽ കഴുകപ്പെട്ടവർ, He is ready to wash you every day. ഓരോ ദിവസവും വചനത്താൽ കഴുകപ്പെടുവാൻ തയ്യാറുള്ളവർ. That is why you should do the time alone with God. അതുകൊണ്ടാണ് നിങ്ങൾ ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യണമെന്ന് പറയുന്നത്. The time alone with the word of God. കർത്താവിന്റെ വചനവുമായിട്ട് ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യണം. Hallelujah. Hallelujah. Number three, മൂന്നാമത്, the day of resurrection പുനരുത്ഥാന ദിവസത്തിൽ reminds me one thing. ഒരു കാര്യം എന്നെ ഓർമ്മപ്പെടുത്തും. 1 Peter chapter number 1. 1 പത്രോസ് 1-ാം അധ്യായം. The Bible says വചനം പറയുന്നു, in verse 3 onwards. അതിന് 3 മുതലുള്ള വാക്യത്തിൽ, Hallelujah. It is saying like this. അവിടെ ഇങ്ങനെ പറയുകയാണ്, That we have been reborn again to a living hope. ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. God the Father, പിതാവാം ദൈവം, we have a hope that is living. ഒരു ജീവനുള്ള ഒരു പ്രത്യാശയുണ്ട്. Come on, shout and say living. ഉറക്കെ പറഞ്ഞാട്ട് ജീവനുള്ള പ്രത്യാശ. Living, a living hope. ജീവനുള്ള പ്രത്യാശ. It is not a dead hope. അതൊരു ചത്ത പ്രത്യാശയല്ല. Blessed be God the Father of our Lord Jesus Christ, who according to his abundant mercy has begotten us again to a living hope. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി. ചത്ത പ്രത്യാശയല്ല, ജീവനുള്ള പ്രത്യാശ. The resurrection of Jesus. യേശു കർത്താവിന്റെ പുനരുത്ഥാനം. Only after the resurrection of Jesus, ആ പുനരുത്ഥാനത്തിന് ശേഷം മാത്രം people were born again. മാത്രമാണ് ആളുകൾ വീണ്ടും And ജനിക്കപ്പെട്ടത്. unless you are born again, നിങ്ങൾ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, unless you have a fellowship with the word, ദൈവവചനവുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമില്ലെങ്കിൽ, and unless the Holy Spirit helps you, പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ, the hope that you have നിങ്ങളുടെ അകത്തെ പ്രത്യാശ will not be sturdy. അത് ഉയർന്നു നിൽക്കുന്ന ഉറപ്പുള്ളതായിരിക്കില്ല. You will be shaky at times. നിങ്ങൾ എല്ലായ്പ്പോഴും കുലുങ്ങുന്നവരായിരിക്കും. But Jesus, എന്നാൽ യേശു by the resurrection, തന്റെ പുനരുത്ഥാനത്താൽ has given us നമുക്ക് തന്നിരിക്കുന്നു a living hope, ഒരു ജീവനുള്ള പ്രത്യാശ നമുക്ക് തന്നിരിക്കുന്നു. an inheritance ഒരു അവകാശം തന്നിരിക്കുന്നു, which is incorruptible, ദ്രവത്വമില്ലാത്ത, undefiled, does not fade away, reserved in heaven for you. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം
വാട്ടം എന്നില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. The resurrection of Jesus യേശു കർത്താവിന്റെ പുനരുത്ഥാനം gives me a living hope എനിക്കൊരു ജീവനുള്ള പ്രത്യാശ തരുന്നു. where death cannot even make me afraid. എന്നെ മരണത്തിന് പോലും എന്നെ ഭയപ്പെടുത്തുവാൻ കഴിയില്ല. No situation can make you afraid ഒരു സാഹചര്യത്തിനും എന്നെ ഭയപ്പെടുത്തുവാൻ കഴിയില്ല. because you have a living hope, എന്തുകൊണ്ടെന്നാൽ എനിക്കൊരു ജീവനുള്ള പ്രത്യാശയുണ്ട്. a reserved place in heaven. എന്നെ സ്വർഗ്ഗത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് You സൂക്ഷിച്ചിരിക്കുന്നു. want that is the quality of a newborn person. അതാണ് വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തിയുടെ യോഗ്യത എന്ന് പറയുന്നത്. The new creation, ഒരു പുതിയ സൃഷ്ടി, the new creation ഒരു പുതിയ സൃഷ്ടി which happened after the resurrection of Jesus യേശു കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം lives in a living hope. അവൻ ജീവിക്കുന്നത് ഒരു ജീവനുള്ള പ്രത്യാശയിലാണ്. Whatever happens, എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം സംഭവിച്ചാലും nothing wrong will happen. തിന്മയായതൊന്നും എനിക്ക് സംഭവിക്കില്ല. I will not be afraid. ഞാൻ ഭയപ്പെടുകയില്ല. Jesus is my Lord. യേശു എന്റെ കർത്താവ്, The Lord is my helper. എന്റെ കർത്താവിന്റെ സഹായകനാകുന്നു. I will not be afraid. ഞാൻ ഭയപ്പെടുകയില്ല. What can man do to me? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? The living hope. ഒരു ജീവനുള്ള പ്രത്യാശ. Because I know എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം it is the resurrection that gave me a living hope. ആ യേശു കർത്താവിന്റെ പുനരുത്ഥാനമാണ് എനിക്ക് ആ ജീവനുള്ള പ്രത്യാശ തന്നത്. The living hope ജീവനുള്ള പ്രത്യാശ. that he himself has said, അവൻ തന്നെ താൻ പറഞ്ഞു, I will not leave you nor forsake you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. Oh, the living hope ജീവനുള്ള പ്രത്യാശ. that he is alive, seated at the right hand of the അവൻ Father. ഉയർത്തെഴുന്നേറ്റ് ജീവനോടെയുണ്ട്, പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തപ്പെട്ടു. That living hope ജീവനുള്ള പ്രത്യാശ. that I have an inheritance എനിക്കൊരു അവകാശമുണ്ട്. that cannot be defiled, അത് ഒരിക്കലും കളങ്കം വരുന്നതല്ല. that no one can snatch it away. ആർക്കും അതിനെ തട്ടിപ്പറിച്ചു കളയുവാൻ കഴിയില്ല. I have a living hope. എനിക്കൊരു ജീവനുള്ള പ്രത്യാശയുണ്ട്. No one in the world has a living hope. ലോകത്തുള്ള സാധാ ലോക മനുഷ്യർക്ക് ഈ ജീവനുള്ള പ്രത്യാശയില്ല. That is why they cry and lament when their loved one is gone. അതുകൊണ്ടാണ് അവരുടെ പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ അവർ നിലവിളിക്കുന്നത്. But a new creation, എന്നാൽ ഒരു പുതിയ സൃഷ്ടി, he knows അവൻ അറിയാം his seat is reserved in heaven. അവന്റെ സ്വർഗ്ഗത്തിലെ അവന്റെ സീറ്റ് അവൻ ഉറപ്പിച്ചിരിക്കുകയാണ്. You and me are the only group, നിങ്ങളും ഞാനുമാണ് ആ ഒരൊറ്റ കൂട്ടം. not just heavenly feast. Anyone who is born again, anyone who is a new in creation can boldly say their address that I am with Christ in heavenly places. സ്വർഗീയ വിരുന്നിനെ കുറിച്ച് മാത്രമല്ല, യേശുവിന്റെ കർത്താവാണെന്ന് പറഞ്ഞ് വീണ്ടും ജനിക്കപ്പെട്ട മുഴുവൻ വ്യക്തികളുടെ കാര്യമാണ് പറയുന്നത്. അവർക്കൊരു കാര്യം ഉറപ്പുണ്ട്, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ജീവിക്കുന്ന പ്രത്യാശ. മൂന്നാല് പേര് തൊട്ട് പറഞ്ഞ ജീവനുള്ള പ്രത്യാശ. Hallelujah. Hallelujah. ജീവനുള്ള പ്രത്യാശ, which means there is beyond our imagination. അതിന്റെ അർത്ഥം അത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. There is something that happened on the death and resurrection beyond our imagination. നമ്മുടെ ചിന്തകൾക്കും അപ്പുറം യേശു കർത്താവിന്റെ മരണവും പുനരുത്ഥാനവും തമ്മിൽ സംബന്ധിച്ച് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിച്ചു. Because then Jesus rose up from the dead. യേശു കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ there was some very Friday that he was crucified. We thought Saturday was a silent day. No, my dear, that was the most powerful and active day. യേശു കർത്താവ് വെള്ളിയാഴ്ച ക്രൂശിൽ മരിച്ചു. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കാണും ശനിയാഴ്ച വളരെ നിശബ്ദമായ ഒരു ദിവസമായിരുന്നുവെന്ന്. എന്നാൽ അല്ല, ശനിയാഴ്ചയാണ് വലിയ കാര്യങ്ങൾ സംഭവിച്ചത്. His spirit, the Bible says, on the Friday when he was crucified, he bowed down, gave his spirit to the Father. യേശുവിനെ ക്രൂശിക്കുന്ന ആ ദിവസം യേശു കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, തന്റെ തല താഴ്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, എന്റെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. I am giving my spirit to you. എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. Spirit with the Father, ആത്മാവ് പിതാവിനോട് കൂടെ, body in the grave, ശരീരം കല്ലറയിൽ, but the soul went into the underneath. എന്നാൽ അവന്റെ മനസ്സ് അവൻ പാതാളത്തിലേക്ക് പോയി. The soul went into the Hades. അവന്റെ മനസ്സ് പാതാളത്തിലേക്ക് പോയി. Disarmed the principality. വാഴ്ചകളെ ആയുധമക്കൾ വെപ്പിച്ചു. That is why അതുകൊണ്ടാണ് Peter said like this. പത്രോസ് ഇപ്രകാരം പറയുകയാണ്, in the book of Acts, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം, in the book of Acts, അപ്പോസ്തലപ്രവൃത്തി chapter number 3, മൂന്നാം അധ്യായം, chapter number 2, sorry, അപ്പോസ്തലപ്രവൃത്തി രണ്ടാം അധ്യായം, Peter is preaching. പത്രോസ് ഉറക്കെ വിളിച്ച് പ്രസംഗിക്കുകയാണ്. Verse 27, അതിന്റെ 27ാമത്തെ വാക്യം, you will not leave my soul in Hades.
നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. Nor will you allow the Holy One to see corruption. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. His soul is there. അവന്റെ മനസ്സ് അവിടെയുണ്ട്. His spirit is with the Father. അവന്റെ ആത്മാവ് പിതാവിനോട് കൂടെ. Body is lying here. തന്റെ ശരീരം ഇവിടെ കല്ലറയിൽ. Hallelujah. Hallelujah. But the third person മൂന്നാമത്തെ വ്യക്തി has gone into the underworld. പാതാളത്തിലേക്ക് അവൻ കടന്നു ചെന്നു. He went to the Hades. അവൻ പാതാളത്തിലേക്ക് കടന്നു ചെന്നു. 1 Peter chapter number 3 says. 1 പത്രോസ് 3-ാം അധ്യായം പറയുന്നു. He went to the underneath. അവൻ പാതാളത്തിലേക്ക് ചെന്നു. The soul went there. മനസ്സ് അവിടേക്ക് ചെന്നു. He went, the third person. മൂന്നാമത്തെ വ്യക്തി. The spirit is with the Father. ആത്മാവ് പിതാവിനോട് കൂടെ. The Bible says. വചനം പറയുന്നു. He said, Father, പിതാവേ, I give my spirit to you. എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. But the body is lying in the grave. എന്റെ ശരീരം കല്ലറയിൽ കിടക്കുന്നു. Oh, they have sealed it. അവർ അതിനെ മുദ്ര വെച്ചു. They can seal the body. അവർ ശരീരത്തെ മാത്രമേ അവർക്ക് മുദ്ര വെക്കാൻ കഴിയൂ. But they cannot touch the spirit and the soul. എന്നാൽ ആത്മാവിനെയും പ്രാണനെയും അവർക്ക് തൊടുവാൻ കഴിയില്ല. Oh, Jesus is now in the Hades. യേശു കർത്താവ് ഇപ്പോൾ ആ പാതാളത്തിൽ നിൽക്കുകയാണ്. Oh, devil thought. പിശാച് വിചാരിച്ചു. By crucifying the body. ആ ശരീരത്തെ ക്രൂശിക്കുന്നതിലൂടെ The game will be over. ആ കഴി മുഴുവൻ കഴിഞ്ഞെന്ന് വിചാരിച്ചു. But the devil did not know. എന്നാൽ പിശാചിന് അറിയില്ലായിരുന്നു. Jesus is not like an angel. യേശു കർത്താവ് ഒരു ദൂതനെ പോലെ മാത്രമല്ല. He is not an angel. അവൻ ഒരു ദൂതനല്ല. Lucifer. ലൂസിഫറേ, You are a creation of God. നീ ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ്. You cannot know the wisdom of God. നിനക്ക് ദൈവത്തിന്റെ ജ്ഞാനം അറിയില്ല. You are held in a trap now. നീ ഇപ്പോൾ ഒരു കുടുക്കിനകത്ത് പെട്ടിരിക്കുകയാണ്. Because you crucified the body and thought it is over. ഓ, നീ ചിന്തിച്ചു യേശുവിന്റെ ശരീരത്തെ ക്രൂശിച്ചാൽ സകലതും കഴിഞ്ഞു എന്ന് ചിന്തിച്ചു. But no. എന്നാൽ അറിയുക, Wait a minute. ഒരു നിമിഷം നിന്നാട്ടെ. He is coming for you. അവൻ നിനക്ക് വേണ്ടി വരിക. In the spiritual world. ആത്മമണ്ഡലത്തിൽ 1 Peter chapter number 3. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ Jesus went. യേശു ചെന്നു. Preached in the Hades. ഓ, അവൻ പാതാളത്തിൽ ചെന്ന് അവൻ പ്രസംഗിച്ചു. I don't know what he preached. എന്താണ് പ്രസംഗിച്ചെന്ന് എനിക്കറിയില്ല. That is not records of preaching. അവിടെ എന്താണ് പ്രസംഗിച്ചെന്ന് But I രേഖപ്പെടുത്തിയിട്ടില്ല. know one thing. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം. When John was in Patmos, യോഹന്നാൻ പത്മോസിലായിരുന്നപ്പോൾ he appeared to John. യേശു താൻ പത്രോസിന് വെളിപ്പെട്ട് പ്രത്യക്ഷനായപ്പോൾ And he told John, അവൻ യോഹന്നാനോട് പറയുകയാണ്, do not be നീ afraid. ഭയപ്പെടരുത്. I was dead, ഞാൻ മരിച്ചവനായിരുന്നു, but I am alive. ഞാൻ ഉയർത്തെഴുന്നേറ്റു. I have the keys of death and Hades. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുകൾ എന്റെ കയ്യിലുണ്ട്. So don't be afraid of death. അതുകൊണ്ട് നീ മരണത്തെ ഭയപ്പെടണ്ട. He made Hades empty. അവൻ പാതാളത്തെ ശൂന്യമാക്കി. That is the living hope. അതാണ് എന്റെ ജീവനുള്ള പ്രത്യാശ. Nothing can stop me. ഒന്നിനും എന്നെ തടയുവാൻ കഴിയില്ല. Even death cannot stop me. മരണത്തിന് പോലും എന്നെ തടയുവാൻ Because കഴിയില്ല. I am one with him. എനിക്കൊരു കാര്യം അറിയാം. Can you shout an amen? ഒരൊക്കെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. Hallelujah. ഹല്ലേലൂയ. Peter is preaching. പത്രോസ് പ്രസംഗിക്കുകയാണ്. Oh, Peter is preaching. പത്രോസ് ഇപ്രകാരം പ്രസംഗിക്കുകയാണ്. He says in verse number 24. അതിന്റെ 24-ാമത്തെ വചനത്തിൽ The scene is they are in the spirit. അവർ ആത്മാവിലാണ്. The Holy Spirit has come. പരിശുദ്ധാത്മാവ് വന്നു. The fire has come. അഗ്നി വന്നു. Hallelujah. ഹല്ലേലൂയ. They are speaking in unknown tongues. അവരെ അന്യഭാഷകളിൽ അവർ സംസാരിക്കുക. And people are mocking them. ലോകക്കാർ അവരെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ്. But Peter is saying, എന്നാൽ പത്രോസ് പറയുകയാണ്, remembering the word of Jesus. യേശുവിന്റെ വാക്ക് ഓർത്ത് Jesus said, യേശു പറഞ്ഞു, I will not leave you as orphan. ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടത്തില്ല. I will go to the Father ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകും. and give you another helper. മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് വേണ്ടി തരും. The Holy Spirit. പരിശുദ്ധാത്മാവ്. Can you shout hallelujah? ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Can you shout a hallelujah? ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Can you shout a hallelujah? ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. I will give you another helper. ഞാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും. And when he comes, അവൻ വരുമ്പോൾ he will convict the world അവൻ നിങ്ങൾ ലോകത്തിന് കുറ്റം വിധിക്കും. of sin, അവൻ പാപത്തെക്കുറിച്ചും righteousness, നീതിയെക്കുറിച്ചും and judgment. ന്യായവിധിയെക്കുറിച്ചും. Of sin, പാപത്തെക്കുറിച്ച് because they don't believe in me. എന്തുകൊണ്ടാണ് അവർ എന്നിൽ വിശ്വസിക്കാത്തത്? Of righteousness, നീതി, because I am going to the Father. ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നു. Hallelujah. ഹല്ലേലൂയ. Peter
is preaching. പത്രോസ് പ്രസംഗിക്കുകയാണ്. Verse 24. അതിന്റെ 24ാമത്തെ വാക്യം. Acts number 2. അപ്പോസ്തലപ്രവൃത്തി 2:24. He is saying, why are you surprised? നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ അത്ഭുതവത്ത് നോക്കുന്നു? Hallelujah. Hallelujah. Start from verse 23. അതിന്റെ 23 മുതൽ വായിക്കുമ്പോൾ, That he be delivered by the determined purpose and foreknowledge of God. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറായനായ യേശുവിനെ ദൈവം തന്നെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. He came for that purpose. ആ പദ്ധതിക്ക് വേണ്ടി തന്നെയാണ് അവൻ ഈ ഭൂമിയിൽ He വന്നത്. said, behold, I come. കാൺമീ, ഞാൻ വന്നത്, I have come to die. ഞാൻ മരിക്കുവാനായിട്ടാണ് കടന്നു വന്നത്. I will lay my life. ഞാൻ എന്റെ ജീവനെ വെച്ചു കൊടുക്കും. I will raise my life. എന്റെ Get back my life. എന്റെ ജീവനെ ഞാൻ എഴുന്നേൽപ്പിക്കും. Hallelujah. ഹല്ലേലൂയ. When Pilate asked him, പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, why are you not speaking of yourself? നീ എന്താണ് നിന്നെ കുറിച്ചൊന്നും സംസാരിക്കാത്തത്? Jesus, the answer of Jesus was, യേശുവിന്റെ മറുപടി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, oh, you are sitting because my Father has appointed you. എന്റെ പിതാവ് തന്ന അധികാരത്തിലാണ് നീ ഇരിക്കുന്നത്. My Father has appointed you. എന്റെ പിതാവ് നിന്നെ അപ്പോയിന്റ് ചെയ്തതാണ്. Even if you think you cannot let me go, നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങൾക്ക് പോകുവാൻ കഴിയില്ല. because I have come for this purpose. എന്തുകൊണ്ടെന്നാൽ ഞാൻ വന്നിരിക്കുന്നത് ഇതേ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. That is why the Bible says അതുകൊണ്ടാണ് വചനം പറയുന്നത് in verse 23, അതിന് 23ാമത്തെ വാക്യം, this was foreordained. നിങ്ങൾ This was foreordained. അത് മുന്നറിവിനൊത്തവണ്ണമാണ്. That Acts chapter number 2 verse 23. അപ്പോസ്തലപ്രവൃത്തി 2:23. വായിച്ചോ. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറായനായ യേശുവിനെ ദൈവം തന്നെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. You destroyed, you killed him. നിങ്ങൾ അവനെ തറപ്പിച്ചു കൊന്നു. You thought you killed him. നിങ്ങൾ ചിന്തിച്ചു നിങ്ങൾ അവനെ കൊന്നതാണെന്ന്. But this was the purpose of God. എന്നാൽ ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. Because all mankind had to be saved. സകല മാനവ ജാതിയും രക്ഷിക്കപ്പെടണമെന്നുള്ളത്. Because one man's disobedience, എന്തുകൊണ്ടെന്നാൽ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ everyone became a sinner. എല്ലാവരും പാപികളായി തീർന്നു. But one man, Jesus, എന്നാൽ യേശു എന്ന ഒരു he വ്യക്തി, became the righteousness of God. അവൻ ദൈവത്തിന്റെ നീതിയായി വന്നു. Hallelujah. ഹല്ലേലൂയ. By purpose, അവന്റെ പദ്ധതി he was to die. അവൻ മരിക്കണമായിരുന്നു. Verse 24. 24ാമത്തെ വാക്യം, The Bible says, വചനം പറയുന്നു, but എന്നാൽ God raised him up, ദൈവം അവനെ ഉയർപ്പിച്ചു. having loosed the pangs of death, അവൻ മരണപാശങ്ങളെ അഴിച്ചു. because it was not possible that the death could not hold him. എന്തുകൊണ്ടെന്നാൽ മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. Today I want to challenge and tell you, ഇന്ന് പകരം നിങ്ങളോട് വെല്ലുവിളിച്ചു ഞാൻ പറയാം. I want to tell you, ഞാൻ നിങ്ങളോട് പറയട്ടെ, if you decide, നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ nothing can hold you. നിങ്ങളെ ഒന്നിനും പിടിച്ചു വെക്കാൻ കഴിയില്ല. Nothing can hold you. ഒന്നിനും നിങ്ങളെ പിടിച്ചു വെക്കാൻ Because കഴിയില്ല. the same power of resurrection, എന്തുകൊണ്ടെന്നാൽ അതേ പുനരുത്ഥാന ശക്തി, the same power അതേ ശക്തി that raised Jesus from the dead, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ശക്തി today ഇന്ന് പകൽ is in you. അത് നിങ്ങളിൽ Christ, ക്രിസ്തു the hope of glory, മഹത്വത്തിന്റെ is പ്രത്യാശ in you. അത് നിങ്ങളിൽ. Hallelujah. ഹല്ലേലൂയ. When people try to say all nonsense about you, നിങ്ങളെക്കുറിച്ച് ലോകക്കാരെ മുഴുവൻ തിന്മയും പറയുമ്പോൾ, people want to kill you, മനുഷ്യൻ നിങ്ങളെ കൊല്ലുവാൻ നോക്കുമ്പോൾ, wait a minute, ഒരു നിമിഷം നിന്നാട്ടെ. I have not decided to give in. ഞാൻ ഇപ്പോൾ അവന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. I will decide. ഞാനാ തീരുമാനിക്കുന്നത്. I will decide. ഞാൻ തീരുമാനിക്കും. I will decide. ഞാൻ തീരുമാനിക്കും. I am not ready to give in. ഞാൻ ഇപ്പോൾ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. Because എന്തുകൊണ്ടെന്നാൽ not by my might, എന്റെ ശക്തി കൊണ്ടല്ല, not by my power, എന്റെ ബലം കൊണ്ടല്ല, but by the Holy Spirit who dwells in me. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ. No one, even death, cannot touch you. ഓ മരണത്തിന് പോലും നിന്നെ തൊടുവാൻ കഴിയില്ല. Today, ഇന്ന് പകൽ as you are seated here, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ, as you are watching me from your home, നിങ്ങളുടെ വീട്ടിലിരുന്ന് ഇത് കാണുമ്പോൾ, cancer cannot dwell in your body. ക്യാൻസർ നിന്റെ ശരീരത്തെ കൊല്ലുവാൻ കഴിയില്ല. Death cannot touch you. മരണത്തിന് നിന്നെ തൊടുവാൻ കഴിയില്ല. Because God is with you. എന്തുകൊണ്ട് ദൈവം നിന്നോടൊപ്പമുണ്ട്. God is living inside of ദൈവം you. നിന്നിൽ വസിക്കുന്നു. You are the temple of God. നിങ്ങൾ ദൈവത്തിന്റെ The മന്ദിരമാകുന്നു. resurrection of Jesus യേശു കർത്താവിന്റെ പുനരുത്ഥാനം reminds me എന്നെ ഓർമ്മിപ്പിക്കുന്നത് that the Holy Spirit പരിശുദ്ധാത്മാവ് who is in me എന്നിലുള്ളവൻ can change anything. അവന് സകലത്തെയും തിരിക്കുവാൻ കഴിയും.
തള്ളിക്കളയാൻ വരട്ടെ, തള്ളിക്കളയാൻ വരട്ടെ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞട്ടെ, എന്നെ തള്ളിക്കളയാൻ വരട്ടെ. Hallelujah, hallelujah. Peter, Paul was preaching in Ephesus. പൗലോസ് എഫെസോസിൽ പ്രസംഗിക്കുകയായിരുന്നു. Oh, people got angry with him. ജനത്തിന് അവനോട് ഭയങ്കര ദേഷ്യം തോന്നി. They stoned him അവനെ കല്ലെറിഞ്ഞു കൊന്നു. and thought they were dead. അവർ ചിന്തിച്ചു ഇവൻ മരിച്ചുപോയി. And they dragged him outside the city and put in the garbage. അതുകൊണ്ട് അവനെ വലിച്ചിഴച്ച് ചണ്ടിക്കുമ്പാരത്തിൽ കൊണ്ടിട്ടു. Hallelujah. Hallelujah. But wait a minute. എന്നാൽ ഒരു നിമിഷം നിന്നാട്ടെ. Paul is not ready to die. പൗലോസ് മരിക്കാൻ തയ്യാറല്ല. Hallelujah. Hallelujah. They thought he was dead. അവർ ചിന്തിച്ചു അവൻ മരിച്ചെന്ന്. They thought he was over. അവർ ചിന്തിച്ചു ഇവൻ തീർന്നെന്ന്. The brothers were standing and praying. എന്നാൽ ചുറ്റും സഹോദരന്മാർ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ Suddenly, പെട്ടെന്ന് the same man, അതേ മനുഷ്യൻ he woke up. അവൻ എഴുന്നേറ്റു. What happened? എന്ത് സംഭവിച്ചു? Let me go back to Ephesus. ഞാൻ വീണ്ടും എഫെസോസിലേക്ക് പോകും. നീ പരാജയപ്പെട്ടെടുത്ത് തന്നെ, നിന്നെ പള്ളു പറഞ്ഞെടുത്ത് തന്നെ, നിന്നെ തള്ളിക്കളഞ്ഞെടുത്ത് തന്നെ ദൈവം നിന്നെ സാക്ഷ്യമായി നിർത്തും. You are an evidence of his resurrection. അവന്റെ പുനരുത്ഥാനത്തിന് നിങ്ങളൊരു തെളിവാകും. Turn to someone and say, you are the evidence. അടുത്തിരിക്കുന്ന നിങ്ങളൊരു തെളിവാന്ന് പറഞ്ഞാട്ടെ. You are the left evidence. അവശേഷിക്കുന്ന ഒരു തെളിവാണ് നിങ്ങൾ. നമ്മൾ പറയത്തില്ലേ തെളിവ് നശിപ്പിച്ചു എന്ന്. ഹല്ലേലൂയ. അവർ തെളിവ് നശിപ്പിച്ചു. പിശാചി തെളിവ്, നിന്നെ തെളിവ്, യേശുവിന്റെ ഉയർപ്പിന്റെ തെളിവ് ഇന്ന് നിങ്ങളും ഞാനുമാ. നിന്നെ മാറ്റാൻ നോക്കുമ്പോൾ പിശാചിനോട് പറയണം, നിക്ക, ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് എന്നിലുള്ളത് കൊണ്ട് നിന്നെ എനിക്ക് തുടച്ചു മാറ്റാൻ പറ്റത്തില്ല. ഞാൻ തെളിവായ യേശുവിന്റെ ഉയർപ്പിന്റെ, ഞാൻ തെളിവായ യേശുവിന്റെ അനുഗ്രഹത്തെ. I am the left evidence. ഞാനാണ് അവശേഷിക്കുന്ന തെളിവ്. If you believe it, give a clap. അത് വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളെ അടിച്ച്. If you are the evidence of his resurrection, അവന്റെ clap and shout for Jesus. അവന്റെ പുനരുത്ഥാനത്തിന് തെളിവാണ് നിങ്ങളെങ്കിൽ കരങ്ങളെ അടിച്ച് ആർത്ത് വിളിച്ച് കർത്താവിനെ സ്തുതിച്ചോട്ടെ. I am the evidence. ഞാനാണ് ആ തെളിവ്. Don't try to shut me. എന്നെ മിണ്ടാതാക്കാൻ നോക്കണ്ട. Don't try to shut me. എന്നെ മിണ്ടാതാക്കാൻ നോക്കണ്ട. I will shout. ഞാൻ ഉറക്കെ വിളിച്ചു I പറയും. will shout from the housetop. ഞാൻ മേൽക്കൂരയിൽ നിന്ന് വിളിച്ചു I പറയും. will shout from the bylanes. I will shout from everywhere. ഞാൻ എല്ലായിടത്തു നിന്ന് വിളിച്ചു പറയും. Jesus is alive. യേശു ജീവനോടുണ്ട്. I am the witness. ഞാനാണ് അതിന് സാക്ഷി. I am the witness. ഞാനാണ് അതിന് That സാക്ഷി. he is the Alpha and the Omega. അവൻ ആൽഫയും ഒമേഗയുമാകുന്നു. അവൻ ആൽഫയും ഒമേഗ ആണെന്നുള്ള ജീവിക്കുന്ന സാക്ഷിയാ. Clap your hands and glorify God. കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. Those who are standing, ഇന്ന് എഴുന്നേറ്റ് നിൽക്കുന്നവർ, those who stood up, ഇപ്പൊ പെട്ടെന്ന് ചാടി എഴുന്നേറ്റവർ, I'm telling you, ഞാൻ നിങ്ങളോട് പറയട്ടെ, this week itself, ഈ ആഴ്ച തന്നെ, ഈ എഴുന്നേറ്റിന്റെ കാര്യത്തിൽ അവിടെ തന്നെ ഇരുന്നു എഴുന്നേറ്റവരോടാ പറയുന്നത്, ഈ ആഴ്ച തന്നെ something very phenomenal will happen in your life, that God will transform everything to your favor. നിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത് പോലെ കാണപ്പെടുന്ന നിലയിൽ ചില അത്ഭുതങ്ങൾ എന്റെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാ. Acts chapter 2. അപ്പോസ്തലപ്രവൃത്തി 2-ാം Oh, അധ്യായം. no, keep standing up. അവിടെ നിന്നാട്ടെ. The Holy Spirit is reminding me പരിശുദ്ധാത്മാവിനെ to ഓർമ്മിപ്പിക്കുന്നു. worship him for 1 minute ഒരു നിമിഷം നമ്മൾ ആരാധിക്കാൻ പോകും. for what he did for you. അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിനു വേണ്ടി, Give thanks to what he did for you. അവൻ നിങ്ങൾക്ക് ചെയ്തതിന് നന്ദി പറഞ്ഞാട്ടെ. Glorify his name. അവന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. Take a moment. ഒരു നിമിഷം എടുത്താട്ടെ. Something is happening in the heavenlies. ആത്മമണ്ഡലത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുക. Even at a home, something is happening. നിങ്ങളുടെ ഭവനങ്ങളിൽ ചില കാര്യങ്ങൾ സംഭവിക്കുക. Jesus is not dead. യേശു മരിച്ചു പോയതല്ല.
പോയവനല്ല. His tomb is still open. ഇപ്പോഴും അവന്റെ കല്ലറ തുറന്നു He കിടക്കുന്നു. is alive. അവൻ ജീവനോടുണ്ട്. He did not appoint a religion. He started a kingdom and he started an ecclesia. അവൻ ഒരു മതം സ്ഥാപിച്ചില്ല. അവൻ സ്ഥാപിച്ചത് ഒരു രാജ്യമാണ്, ഒരു എക്ലീസിയാണ് അവൻ സ്ഥാപിച്ചത്. Raise your hand കരങ്ങളെ ഉയർത്തിക്കൊണ്ട് and give him glory. അവന് മഹത്വം കൊടുത്താട്ടെ. The message is not over. മെസ്സേജ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. Give him glory. അവന് മഹത്വം കൊടുത്താട്ടെ. Give him glory. അവന് മഹത്വം കൊടുത്താട്ടെ. As you are glorifying him, കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ be strong in faith. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടാട്ടെ. Therefore my brethren, എന്തുകൊണ്ട് എന്റെ സഹോദരന്മാരെ, be steadfast, നിങ്ങൾ ഉറപ്പുള്ളവരും strong, ബലപ്പെട്ടവരും, because the work you are doing is not in vain. എന്തുകൊണ്ട് നിന്റെ പ്രവൃത്തി കർത്താവിൽ വ്യർത്ഥമല്ല. Come on, give glory to Jesus. വായ് തുറന്ന് ശബ്ദം ഉയർത്തി Believe in your heart and glorify Jesus. അത് വിശ്വസിക്കുന്നവർ മാത്രം മഹത്വപ്പെടുത്തിയാട്ടെ. And as you are glorifying Jesus, കർത്താവിനെ യേശുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ every sickness has to die. എല്ലാ രോഗങ്ങളും മരിക്കും. Cancer will die and you will live in Jesus' name. ക്യാൻസർ മരിക്കും, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജീവിക്കും. If you believe, നിങ്ങൾ അത് വിശ്വസിക്കുന്നെങ്കിൽ, if you believe, നിങ്ങൾ അത് വിശ്വസിക്കുന്നെങ്കിൽ, not because you are in this service, but if you believe, നിങ്ങളുടെ മീറ്റിംഗിന് വന്നതുകൊണ്ടല്ല, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, because the power is in you, എന്തുകൊണ്ടെന്നാൽ ആ ശക്തി നിങ്ങളുടെ അകത്തിരിക്കുന്നത് the കൊണ്ട്, power to change is in you, നിന്റെ സകലത്തെ മാറ്റുവാനുള്ള ശക്തി നിന്റെ അകത്തിരിക്കുന്നത് കൊണ്ട്, power of witnessing is in you. സാക്ഷ്യപ്പെടുത്തുന്ന ആത്മാവ് നിന്റെ അകത്തിരിക്കുന്നത് കൊണ്ട്, Come on, lift your hand and worship him. കരങ്ങളെ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. Worship him. ശബ്ദം There ഉയർത്തി. is an unusual anointing in this place. ഈ സ്ഥലത്ത് ഒരു അസാധാരണമായ അഭിഷേകം വ്യാപരിക്കുന്നു. There is an unusual anointing. അസാധാരണമായ ഒരു അഭിഷേകം. I was going to continue the message, ഞാൻ ഈ സന്ദേശം തുടരും. and I was going to continue this ഞാൻ message. ഈ മെസ്സേജ് തന്നെയായിരിക്കും തുടരാൻ പോകുന്നത്. ഞാൻ ഈ മെസ്സേജിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, നിക്ക്, എനിക്ക് എന്തോ ഇപ്പോൾ ഇവിടെ ചെയ്യാനുണ്ട്. Something mighty is happening. ശക്തമേറിയ ചിലത് ഇപ്പോൾ സംഭവിക്കുകയാണ്. Something mighty is happening. ശക്തമേറിയ ചിലത് സംഭവിക്കുകയാണ്. Places where you personally cannot go, he himself is sending angels and doing something. നിങ്ങളായി തന്നെ പോകുവാൻ കഴിയാത്തടത്ത് അവൻ ദൂതന്മാരെ നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ ഏൽപ്പിക്കുകയാണ്. Jesus, യേശു, come on, open your mouth and glorify him. ശബ്ദമുയർത്തി വായ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. Hallelujah, hallelujah, amen, hallelujah, amen, hallelujah, 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 amen, hallelujah, oh hallelujah, 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 amen. Everybody, എല്ലാവരും കരങ്ങൾ വീശിക്കൊണ്ട് hallelujah, 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 amen, hallelujah, oh hallelujah, 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 amen, hallelujah, 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 amen. Take one moment, speak in the spirit. എല്ലാവരും ഒരു നിമിഷം എടുത്ത, ഒരു മിനിറ്റ് എടുത്ത് ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അന്യഭാഷയിൽ, അന്യഭാഷയിൽ, അന്യഭാഷയിൽ. മാസികൊറിയാന്തോറോബോ റാബലറഖസേദരെ റെഖലറസേദലേഖയ. Without the Holy Spirit, പരിശുദ്ധാത്മാവിനെ കൂടാതെ you cannot be sure Jesus is alive. യേശു ജീവനോടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കുവാൻ കഴിയില്ല. Because he is the only witness of the resurrection. എന്തുകൊണ്ടെന്നാൽ യേശുവിന്റെ പുനരുത്ഥാനത്തിന് ഒറ്റ സാക്ഷിയേ ഉള്ളൂ. That is the Holy Spirit. അതാണ് പരിശുദ്ധാത്മാവ്. And unless he comes inside of you, അവൻ നിങ്ങളുടെ അകത്ത് വരാതെ your faith will not be strong. നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടില്ല. Keep on worshiping in the Spirit. എല്ലാവരും അന്യഭാഷയിൽ തന്നെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. There is something extraordinary happening. അസാധാരണമായ ചിലത് പകൽ സംഭവിക്കുക. Something is happening. ചില കാര്യങ്ങൾ സംഭവിക്കുക. Something is happening. ഇവിടെ ചില കാര്യങ്ങൾ സംഭവിക്കുക. Shabalarakasedere. The mighty presence of God. ദൈവത്തിന്റെ ശക്തമേറിയ അഭിഷേകം, സാന്നിധ്യം, the presence
presence of God ദൈവത്തിന്റെ സാന്നിധ്യം is opening ways as per the word. വഴികൾ തുറക്കുന്നതാ. സാന്നിധ്യത്തിൽ ദ്രവത്വമില്ല. ശബ്ദമുയർത്തി അന്യഭാഷയിൽ തന്നെ. The sick bodies are healing now. ശരീരങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുകയാണ്. All those who are watching me, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, you are being healed now. നിങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകുകയാണ്. Because it is the name of Jesus എന്തുകൊണ്ടെന്നാൽ യേശുവിന്റെ നാമത്തിൽ that is healing you. സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ നിന്നെ സൗഖ്യമാക്കുകയാണ്. I'm standing in the presence. ഞാൻ ആ സാന്നിധ്യത്തിൽ നിൽക്കുകയാണ്. All of us are standing in the presence. ഞങ്ങൾ എല്ലാവരും ആ ദൈവ സാന്നിധ്യത്തിലാണ് And നിൽക്കുന്നത്. from the presence, ആ സാന്നിധ്യത്തിൽ നിന്നും whatever you speak will happen. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു വിട്ടാലും അതെല്ലാം സംഭവിക്കും. Dry bones will rise up to life. ഉണങ്ങിയിരിക്കുന്ന അസ്ഥികൾ ജീവനിലേക്ക് മടങ്ങി The വരും. Red Sea will separate. ചെങ്കടൽ പിളരും. Jordan will flee. യോർദാൻ പിൻവാങ്ങും. When you stand in His presence, നിങ്ങൾ അവന്റെ സാന്നിധ്യത്തിൽ നിൽക്കുകയാണ്. whatever you speak നിങ്ങൾ ഈ സാന്നിധ്യത്തിൽ എന്തു പറഞ്ഞാലും is equal to God speaking. അത് ദൈവം സംസാരിക്കുന്നതിന് തുല്യമാണ്. Thank you, my Jesus. നന്ദി യേശുവേ. Thank you, Jesus. നന്ദി യേശുവേ. You may be seated. You may be seated. Number one. ഒന്നാമത്, Then Peter continues preaching. പത്രോസ് ആ പ്രസംഗം തുടരുകയാണ്. It was said, it is not that the soul can be trapped in Hades. അവന്റെ ആത്മാവിനെ It will not be in Hades. അത് പാതാളത്തിൽ. Hallelujah. For you know, you will not leave my soul in Hades. Verse 22. Hallelujah. Then go to verse 32. Come on. Verse 32, chapter number 2. 2:32 അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 32-ാമത്തെ വാക്യം. Hallelujah. Hallelujah. And this Jesus God raised up of the dead, and we are all ഈ witnesses. യേശുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. Therefore, being exalted to the right hand of God, having received from the Father the promise of the Holy Spirit. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. The biggest promise of all promises of Jesus is, I will send you another helper. യേശു കർത്താവിന്റെ എല്ലാ വാഗ്ദത്തങ്ങളെക്കാളും ഏറ്റവും വലിയ വാഗ്ദത്തം, ഞാൻ നിനക്കൊരു സഹായകനെ തരുമെന്നുള്ളതായിരുന്നു. If he has given the biggest promise, that is the Holy Spirit, 1 Corinthians 1:22 says that the Holy Spirit is the guarantee that all the promises in Christ is yes and amen. അതുകൊണ്ടാണ് തന്റെ വാഗ്ദത്തങ്ങളിലെ ഏറ്റവും വലിയ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ അവൻ തന്നെങ്കിൽ കൊരിന്ത്യർക്കെതിരെ ലേഖനം നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ക്രിസ്തുയേശുവിൽ അവനിൽ ഊവെന്ന് തന്നെ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. It is not yes and no. അത് ഉണ്ടെന്നും ഇല്ലെന്നുമല്ല. It is not yes and no. അത് ഉണ്ട് ഇല്ല എന്നല്ല. It is yes and amen. അത് ഊവെന്നും ആമേൻ എന്നും തന്നെയാണ്. He raised from the dead. അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. He raised from the dead. അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. Romans 4:25. റോമർ 4:25. In Malayalam it is 24, English it is 25. മലയാളത്തിൽ അത് 24-ാമത്തെ വാക്യമാണ്, ഇംഗ്ലീഷിൽ അത് 25-ാമത്തെ വാക്യമാണ്. The Bible says, വചനം പറയുന്നു, the Holy Spirit is saying, പരിശുദ്ധാത്മാവ് പറയുകയാണ്, He was delivered up for our offenses. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു. And raised up for our justification. നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേൽപ്പിച്ചുമിരിക്കുന്നു. If Jesus did not rise from the dead, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ we will be still sinners. നമ്മൾ ഇന്നും പാപത്തിലായിരുന്നേനെ. That is why 1 Corinthians 15 says, അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം പറയുന്നത്, if Jesus did not rise from the dead, യേശു കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ our preaching is foolishness. ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. But if Jesus raised from the dead, യേശു കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് we also will raise from the dead as Jesus rose. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഞങ്ങളും മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. 1:15 says Jesus is the first fruit. 1:15 പറയുകയാണ്, യേശു ആദ്യ ഫലം. Then those who are in Christ, പിന്നെ ക്രിസ്തുവിനുള്ളവർ, and then the end will come. പിന്നെ അവസാനം.
The 1 Corinthians 15 is saying 1 കൊരിന്ത്യർ 15 പറയുകയാണ്, that if Jesus did not raise from the dead, യേശു കർത്താവ് മരണത്തിൽ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ we are still sinners. ഞങ്ങൾ ഇന്നും പാപത്തിൽ തുടരുന്നു. We are still sinners. ഞങ്ങൾ ഇന്നും പാപത്തിൽ തുടരുന്നു. And we are preaching just a story. ഞങ്ങൾ ഒരു കഥയാണ് പറയുന്നത്. I will tell you something. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. When you receive Jesus, നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ your conscience was clean. നിങ്ങളുടെ മനസാക്ഷി പോലും വിശുദ്ധമാകും. That is why അതുകൊണ്ടാണ് you were redeemed from dead works. നിങ്ങൾ നിർജീവ പ്രവർത്തികളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുന്നത്. You are not trying to please God because God in Christ is already pleased in you. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കണ്ട. ദൈവം നിങ്ങളിൽ ഇപ്പോൾ തന്നെ പ്രസാദിച്ചു കഴിഞ്ഞു. The Bible says വചനം പറയുന്നു, he was risen up. അവൻ ഉയർത്തെഴുന്നേറ്റു. If redemption, വീണ്ടെടുപ്പ്, sanctification ശുദ്ധീകരണം happened by the blood of Jesus, യേശുവിന്റെ രക്തത്താൽ സംഭവിച്ചെങ്കിൽ, hallelujah, ഹല്ലേലൂയ, on the cross ആ കാൽവരി ക്രൂശിൽ the blood was shed, രക്തം ചൊരിയപ്പെട്ടു, redemption happened, വീണ്ടെടുപ്പ് നടന്നു, sanctification happened. ശുദ്ധീകരണം നടന്നു. But this news, എന്നാൽ ഇന്ന് ഈ വാർത്ത, this reality, ഈ സത്യം, this legal issue, ഈ നിയമപരമായ വസ്തുത, that every demand of justice has been taken off, ന്യായപ്രമാണം ചോദിച്ച അനുശാസിച്ച എല്ലാം നിവർത്തിച്ചു എന്നതിന്റെ തെളിവ് അവന്റെ രക്തത്തിലുള്ള വീണ്ടെടുപ്പ്, അവന്റെ രക്തത്തിലുള്ള ശുദ്ധീകരണം. എന്നാൽ യേശു അടക്കപ്പെടുവായിരുന്നെങ്കിൽ ഈ വാർത്ത മോളിൽ എത്താൻ പോകുന്നില്ല. അതിവിശുദ്ധ സ്ഥലത്തേക്ക് തന്റെ സ്വന്തം രക്തത്താൽ, Hebrews 9:24 the Bible says he rose up. എബ്രായർക്കെഴുതിയ ലേഖനം 9:24 വചനം പറയുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. In between അതിന് മധ്യത്തിൽ there is something happened. ചില കാര്യങ്ങൾ സംഭവിച്ചു. Maria wanted to cling on him. മറിയാക്ക് അവനെ തൊടണമായിരുന്നു. Jesus said don't touch. യേശു പറഞ്ഞു, എന്നെ തൊടരുത്. I have not gone to the Father. ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. Let me come back as a new creation. ഞാനൊരു പുതിയ സൃഷ്ടിയായിട്ട് മടങ്ങി വരും. Hebrews 9:24 എബ്രായർ 9:24 Jesus യേശു rose up from the dead. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. Rose up from the dead മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. and appeared before the Father. പിതാവിന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. Just like an advocate appears in the court, ഒരു അഡ്വക്കേറ്റ് കോടതിയിൽ അപ്പിയർ ആകുന്നത് പോലെ he appeared before the Father for you and me as the new high priest with his own blood. തന്റെ സ്വന്തം രക്തത്താൽ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നിങ്ങൾക്കും എനിക്കും വേണ്ടി പിതാവിന്റെ മുമ്പിൽ താൻ പ്രത്യക്ഷനായി. Just as in the Old Testament the high priest would take the blood of the goat and lamb and the ox to the holy of holies, today my high priest Jesus Christ has entered the holy of holies, not made without hand, not with the goat of bull, but with his own precious blood, sealed a covenant, the new covenant once for all. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ പശുക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നുപോയി അവർക്ക് പാപത്തിനു വേണ്ടി പരിഹാരം കഴിക്കും. എന്നാൽ എന്റെ മഹാപുരോഹിതൻ അവൻ പശുക്കളാവിന്റെ രക്തത്താലല്ല, തന്റെ സ്വന്തം രക്തത്താൽ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു. Hallelujah. Hallelujah. That is why he's called a better mediator of a better promise of a better covenant. അതുകൊണ്ടാണ് ദൈവത്തിനെ പറ്റി നമ്മൾ വായിക്കുന്നത്, നിങ്ങൾക്കും എനിക്കും ശ്രേഷ്ഠമായ ഒരു ഉടമ്പടി, ശ്രേഷ്ഠമായ ഒരു വാഗ്ദത്തം ഉണ്ടെന്ന് പറയുന്നത്. ശ്രേഷ്ഠമായ മധ്യസ്ഥൻ, ശ്രേഷ്ഠമായ വാഗ്ദത്തം, ശ്രേഷ്ഠമായ ഉടമ്പടി. That is Jesus. If Jesus did not raise from the dead, justification would never happen. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നീതീകരണം സംഭവിക്കില്ലായിരുന്നു. Hallelujah. Hallelujah. Justification means നീതീകരണം എന്ന് പറഞ്ഞാൽ just as if you have never sinned. നിങ്ങൾ ഒരിക്കലും പാപം ചെയ്തിട്ടേ ഇല്ല എന്നാണ്. If you confess before Jesus, നിങ്ങൾ യേശുവിന് മുമ്പിൽ ഏറ്റുപറയുമ്പോൾ his blood അവന്റെ രക്തം will cleanse you നിങ്ങളെ ശുദ്ധീകരിക്കും. and totally cleanse you നിങ്ങളെ പൂർണ്ണമായി ശുദ്ധീകരിക്കും. from all unrighteousness. നിങ്ങളുടെ സകല അനീതിയും പോക്കി. He is faithful അവൻ വിശ്വസ്തനാണ്. to make you clean. നിങ്ങളെ പൂർണ്ണമായി ശുദ്ധീകരിക്കുവാൻ. That is what justification did. അതാണ് നീതീകരണം ചെയ്യുന്നത്. And because of justification, ആ നീതീകരണത്തിലൂടെ Romans 5:1 says, റോമർ 5:1 പറയുന്നു, because of that അതുകൊണ്ട് we have peace with God. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. When we remember the resurrection, നമ്മൾ ദൈവത്തിന്റെ പുനരുത്ഥാനത്തെ ഓർക്കുമ്പോൾ remember നിങ്ങൾ ഓർക്കുക, God is for you. ദൈവം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. God is for you. ദൈവം നിങ്ങൾക്ക്
നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. God is at peace with you. നിങ്ങൾക്ക് ദൈവത്തോട് And സമാധാനമുണ്ട്. if God is for you, ദൈവം നിങ്ങൾക്ക് വേണ്ടിയുണ്ടെങ്കിൽ nothing can go against you. ഈ ലോകത്തിലെ ഒന്നിനും നിങ്ങൾക്കെതിരാകുവാൻ കഴിയില്ല. Can you believe it? അത് വിശ്വസിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, Will you believe it? നിങ്ങൾ അത് വിശ്വസിക്കുന്നെങ്കിൽ, If you believe അത് it, വിശ്വസിക്കുന്നെങ്കിൽ shout an amen. ഉറക്കെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. Hallelujah. ഹല്ലേലൂയ. The resurrection of Jesus യേശു കർത്താവിന്റെ പുനരുത്ഥാനം made God my friend, എന്റെ സ്നേഹിതനായി ദൈവത്തെ മാറ്റി, made God my own. എന്റെ സ്വന്തമാക്കി ദൈവത്തെ മാറ്റി. Oh, the Bible says, വചനം പറയുന്നു, if you are a new creation, നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണെങ്കിൽ, oh, if you are a new creation, നിങ്ങൾ പുതിയ സൃഷ്ടിയാകുന്നുവെങ്കിൽ, new creation could happen only after the resurrection of Jesus. യേശു കർത്താവിന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം മാത്രമേ ഒരു പുതിയ സൃഷ്ടിയാകുവാൻ കഴിയുള്ളൂ. If you are a new creation, നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണെങ്കിൽ, old has gone, പഴയത് കഴിഞ്ഞു, new has come. പുതിയത് വന്നു. Shout and say, old has ഉറക്കെ gone. പറഞ്ഞാട്ടെ, പുതിയത് കഴിഞ്ഞു പോയി, Old has gone. പഴയത് കഴിഞ്ഞു പോയി. The precious blood of Jesus യേശുവിന്റെ വിലയേറിയ രക്തം has made old gone. പഴയതിനെ സകലത്തിനെയും മാറ്റി. Behold, കാൺമീൻ, you are new. നിങ്ങൾ ഇപ്പോൾ പുതിയ സൃഷ്ടി. That is why, അതുകൊണ്ടാണ് അതുകൊണ്ടാണ് Peter does not say, പത്രോസ് പ്രകാരം പറഞ്ഞില്ല. Peter says, പത്രോസും പറയാണ്, our dear brother Paul. നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ്. He does not say, അവൻ ഇങ്ങനെ പറഞ്ഞില്ല, the ex-murderer Paul. യേശുവിനെ പണ്ട് കൊല്ലാൻ കൂട്ടുനിന്ന പാർട്ടിയാണ് പഴയ കൊലപാതകിയായ പൗലോസ്. And the Lord talked to Moses. ദൈവം മോശയോട് സംസാരിക്കുകയാണ്. അവിടെ ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഒരുത്തനെ കൊന്നവനായ മോശയോട് ദൈവം സംസാരിച്ചു. ദാവീദ് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, കൊലപാതകിയായ ദാവീദായ എന്നാലും പോട്ടെ എന്നല്ല വചനം പറയുന്നേ. പഴയത് മുഴുവൻ എന്നേക്കുമായി മനസാക്ഷിന്ന് പോലും കഴുകിക്കളയുന്ന ശക്തിയുള്ളതാണ് യേശുവിന്റെ രക്തം. ലെറ്റ് മീ ടെൽ യു, ദ പീപ്പിൾ വിൽ കോൾ യു നെയിംസ്, ബട്ട് ഹി ഹാസ് കോൾഡ് എ ന്യൂ നെയിം. ഹി ഈസ് കോൾഡ് യു എ ന്യൂ ക്രിയേഷൻ. ലെറ്റ് ദ വേൾഡ് സ്പീക്ക് whatever, but you should be confident of your identity. ലോകക്കാർ നിങ്ങളെ കുറിച്ച് പല പേരുകളും വിളിക്കും, എന്നാൽ ദൈവം നിങ്ങളെ കുറിച്ച് വിളിക്കുന്ന പേര്, നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണ്. ഒരിക്കലും നിങ്ങൾ ആരാണെന്നുള്ള നിങ്ങളുടെ ബോധ്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. You know the devil is after your identity. നിന്റെ വ്യക്തിത്വത്തിനെതിരെയാണ് പിശാച് നടക്കുന്നത്. Jesus was baptized. യേശു കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ Heaven opened. സ്വർഗം തുറന്നു. This is my beloved son. ഇവൻ എന്റെ പ്രിയപുത്രൻ. 2 മിനിറ്റ് കഴിഞ്ഞു Jesus came out. യേശു കർത്താവ് അവിടുന്ന് വെളിയിൽ വന്നു. Devil came. പിശാചും വന്നു. If you are the son of God, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനെ അപ്പാക്കുക. What is he after? അവൻ എന്തിനു പുറകെ പോകുന്നേ? To create a doubt inside of Jesus. യേശുവിന്റെ അകത്തൊരു സംശയം ജനിപ്പിക്കാനാ പോകുന്നത്. But before devil could create a doubt, already the answer has been given. പിശാച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിനുള്ള മറുപടി സ്വർഗത്തിൽ നിന്ന് വന്നു. യേശു മനസ്സിൽ പറഞ്ഞു, എടാ മണ്ട, ഞാൻ മകനല്ല, പ്രിയ മകനാ. സ്വന്തം വ്യക്തിത്വത്തെ ആണ് പിശാച് തൊടാൻ നോക്കുന്നത്. നല്ല ഓച്ചത്തിൽ പറയണം, ക്രിസ്തുവിൽ ഞാനൊരു പുതിയ സൃഷ്ടിയാ. എന്നിലിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുതാണ്. ഞാൻ ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശി. അബോധ്യമുണ്ടെങ്കിൽ ലോകത്തോട് അനുരൂപരാകത്തില്ല. നീ ദൈവപുത്രനെങ്കിൽ തെളിയിക്ക. എനിക്ക് തെളിയിക്കാനൊന്നുമില്ല, എനിക്കറിയാം. യേശു ജീവിക്കുന്നു എന്ന് തെളിയിച്ചത് രോഗിയെ സൗഖ്യമാക്കിക്കേ. യേശു ജീവനോടെ ഇരിക്കുന്ന രോഗി സൗഖ്യമാകുന്ന എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നതെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെന്നല്ല, എനിക്ക് അറിയാം. ആമേൻ. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ കുലുങ്ങാത്തവരും ഉറപ്പുള്ളവർ, നിങ്ങളുടെ
poor devil. പാവം പിശാച്. Amos Singh says, Bechara shaitan. Never let the devil touch your identity. നിങ്ങളുടെ വ്യക്തിത്വത്തെ തൊടാൻ പിശാചിനെ അനുവദിക്കരുത്. Never let him touch your mind. നിന്റെ മനസ്സിനെ തൊടാൻ അനുവദിക്കരുത്. Never tell him, never let the devil influence your mind and say you are a loser. നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് നീ തീർന്നവനാണെന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ പിശാചിനെ അനുവദിക്കരുത്. Always have the mind of Christ which looks unto the Father and says my help comes from the Creator who made heaven and earth. എപ്പോഴും ആ ക്രിസ്തുവിന്റെ മനസ്സിന് ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. എന്റെ സഹായം സ്വർഗത്തിൽ നിന്നും വരുന്നു. Therefore my brethren. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരന്മാരെ. Why? എന്തുകൊണ്ട്? Because beyond doubt. സംശയലേശമന്യേ. Beyond doubt. സംശയലേശമന്യേ. Oh, you should go back and read 1 Corinthians 15. നിങ്ങൾ മടങ്ങി വീട്ടിൽ പോയി 1 കൊരിന്ത്യർ 15 അധ്യായം മുഴുവൻ വായിക്കണം. The mortality will be swallowed up by immortality. അദ്രവത്വം ദ്രവത്വത്തെ മിഴുങ്ങിക്കളയും. Because my Jesus is the immortal being. എന്തുകൊണ്ടെന്നാൽ എന്റെ യേശുവാണ് ആ അദ്രവത്വമുള്ള വ്യക്തി. If Jesus did not rise up from the dead, യേശു കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ I would never have eternal life. എനിക്ക് ഒരിക്കലും നിത്യജീവൻ കിട്ടുകയില്ലായിരുന്നു. Peter said, പത്രോസ് പറയുകയാണ്, we are the witness. ഞങ്ങളാണ് സാക്ഷി. Jesus is risen. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. And as a promise, ആ വാഗ്ദത്തം എന്നോണം he has given us the Holy Spirit. അവൻ പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തമായി ഞങ്ങൾക്ക് തന്നു. The disciples had confusions. ശിഷ്യന്മാർക്ക് പെട്ടെന്ന് സംശയമൊക്കെ ഉണ്ടായി. Even after resurrection they had confusion. മരണ പുനരുത്ഥാനത്തിന് ശേഷവും അവർക്ക് സംശയങ്ങൾ ഉണ്ടായി. But Jesus said, യേശു പറഞ്ഞു, wait, നിങ്ങൾ let the Holy Spirit come. പരിശുദ്ധാത്മാവ് വരട്ടെ. When he comes, അവൻ വരുമ്പോൾ he will give you power. അവൻ നിനക്ക് ശക്തി തരും. Power ശക്തി. To believe, വിശ്വസിക്കുവാൻ, to be my witness. എന്റെ സാക്ഷിയാകുവാൻ. When the Holy Spirit comes, പരിശുദ്ധാത്മാവ് വരുമ്പോൾ he will അവൻ give you power. നിനക്ക് ശക്തി You നൽകും. will receive power. നിങ്ങൾ ശക്തി You ലഭിക്കും. will receive the ability of God. നിങ്ങൾ ദൈവത്തിന്റെ കഴിവ് ലഭിക്കും. Because Jesus is risen. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് Ephesians says, എഫേസ്യർക്ക് ലേഖനം പറയുന്നു, you are created anew. 2:10. You are created new for good purposes. നിങ്ങൾ എഫേസ്യർ 2:10 പറയാ, നിങ്ങൾ അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. I'm going to conclude. ഞാൻ I അവസാനിപ്പിക്കാം. will continue this message. ഞാൻ ഇതേ സന്ദേശം അടുത്ത ആഴ്ച God തുടരും. willing next week. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച. Hallelujah. ഹല്ലേലൂയ. This is the promise ഇതാണ് ആ വാഗ്ദത്തം which you see and hear, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. that the Holy Spirit has come. പരിശുദ്ധാത്മാവ് വരുമ്പോൾ. Ephesians 1. എഫേസ്യർക്ക് ലേഖനം 1 അധ്യായം. The Holy Spirit is recording a prayer. പരിശുദ്ധാത്മാവ് ഒരു പ്രാർത്ഥന രേഖപ്പെടുത്തുകയാണ്. And then it says, എന്നിട്ട് അത് പറയുകയാണ്, the exceeding greatness of his power, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, which is today working in you. ഇന്ന് പകൽ അത് നിങ്ങളിലും എന്നിലും വസിക്കുന്നു. പ്രവർത്തിക്കുന്നു. ആമേൻ. Philippians 2:13, he is working. ഫിലിപ്പിയർക്ക് 2:13 പറയാ, അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. The exceeding greatness of his power, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, which worked in Christ ക്രിസ്തുവിൽ വ്യാപരിച്ച, when he raised him from the dead, അവൻ മരണത്തിൽ നിന്ന് അവനെ ഉയർപ്പിച്ച, and raised him അവനെ ഉയർത്തിയ, far above, സകലത്തിനും മേലെ, far above സകലത്തിനും മീതെ, all names, എല്ലാ നാമത്തിനും മേലെ, principalities, എല്ലാ in വാഴ്ചകൾക്കും, this age and the ages to come, ഇപ്പോഴുള്ളതിലും വരുവാനുള്ളതിലും, സകല നാമത്തിലും അവന്റെ വല്ലഭത, എല്ലാവരും വായിച്ചേ, അവന്റെ വല്ലഭതത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും അറിയണം. വിശ്വസിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, അവിശ്വാസം ദൈവപ്രവൃത്തിയെ തടയും. സത്യം എന്താ?
നിങ്ങളിലും എന്നിലും ഇന്ന് ഈ വചനം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് നിങ്ങളിലും എന്നിലും പ്രവർത്തിക്കുന്ന ക്രിസ്തു, മഹിമയാകുന്ന ക്രിസ്തു, അതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് ക്രിസ്തുവിലും വ്യാപരിച്ചു. എല്ലാവരും ചേർന്ന് വായിച്ചേ. ക്രിസ്തുവിലും. What is the exceeding greatness of his power to us who believe? അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. എന്നാ ചെയ്യുന്ന? വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന. നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കോ അവിടെ വരെ ചെല്ലും. ആമേൻ. നിങ്ങൾ ഇവിടെ വരെ ചെല്ലും എന്ന് വിശ്വസിച്ച ഇവിടെ വരെ ചെല്ലും. ലോകത്തിന്റെ അറ്റത്തോളം 800 കോടിയും ഈ സുവിശേഷം കേൾക്കുവാൻ ഞാൻ മുഖാന്തരമായി തീരുന്ന ഞാൻ വിശ്വസിച്ചാൽ അത് തന്നെയാണ്. What you believe, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, God inside is ready to perform. നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവം അത് പ്രവർത്തിക്കുവാൻ തയ്യാറാണ്. He is able to അവൻ അതിന് കഴിവുണ്ട്. do exceedingly abundantly what you ask or think. നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ. What does resurrection do in my life? എന്താണ് യേശുവിന്റെ പുനരുത്ഥാനം എന്നിൽ ചെയ്യുന്നത്? It is a reminder അതിനെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. that the same power, അതേ ശക്തി, the exceeding greatness of glory അവന്റെ മഹത്വത്തിന്റെ വളവറ്റ വലിപ്പം is inside of me. അത് എന്റെ അകത്തുണ്ട്. In this body, ഈ ശരീരത്തിൽ this is the dwelling place of God. ഇത് ദൈവത്തിന്റെ മന്ദിരമാകുന്നു. This is the dwelling place of God. ഇത് ദൈവത്തിന്റെ വാസസ്ഥലമാകുന്നു. And the power in me എന്നിലുള്ള ശക്തി is exceedingly great, അത് അളവറ്റതാണ്. which raised Jesus from the dead. അത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച, It gave life to Jesus. അത് യേശുവിന് ജീവൻ കൊടുത്ത, Number 1. ഒന്നാമത്. Number 2. രണ്ടാമത്, Raised him അവനെ ഉയർപ്പിച്ച, and seated him അവനെ ഇരുത്തിയ, far above. സകല നാമത്തിനു മീതെ. Why is it written over here? എന്തുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്? It is written അതിവിടെ എഴുതിയിരിക്കുന്നത് because you should have a living hope, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ജീവനുള്ള പ്രത്യാശ ഉണ്ടാകുവാൻ. that whatever the challenge may be, നിങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ എന്തുമായിക്കൊള്ളട്ടെ, whatever the challenge may be, നിങ്ങളുടെ വെല്ലുവിളികൾ എന്തുമായിക്കൊള്ളട്ടെ, I have inside of me എന്റെ അകത്ത് the power ആ ശക്തി to reconstitute, അതിനെ- restore me, അതിനെ റിസ്റ്റോർ ചെയ്യുവാൻ, reset me. അതിനെ പുനഃക്രമീകരിക്കുവാൻ. He will raise me from, give me life. അവൻ എനിക്ക് ജീവൻ തന്ന് He അവൻ എന്നെ will ഉയർത്തും. give me life. അവൻ എനിക്ക് ജീവൻ നൽകും. He will raise me അവൻ up എന്നെ ഉയർത്തും. and he will seat me അവൻ എന്നെ ഇരുത്തിയിരിക്കുന്നു with him in heavenly places. സ്വർഗീയ സ്ഥലങ്ങളിൽ അവനോട് കൂടെ. വാസ്തവത്തിൽ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നിൽ വ്യാപരിക്കുന്ന ശക്തി, 3 വാക്കുകൾ പറഞ്ഞ് ഞാൻ നിർത്താം. 1, എന്നെ ജീവിപ്പിക്കും. അതാ നടന്നത്. നിങ്ങളെ ജനിപ്പിച്ചത് കെടാത്ത ബീജത്താൽ ജീവനായി. എന്നിൽ വിശ്വസിക്കുന്നവനെ നീ നശിക്കത്തില്ല. നമ്പർ 2, ഉയർപ്പിക്കും. ക്ഷമയോടെ ഇരുന്നാൽ, അവന്റെ ശക്തിയുടെ ഭുജത്തിന് കീഴിൽ താന്നിരുന്നാൽ, തക്ക സമയത്ത് ജീവിപ്പിച്ചവൻ നിന്നെ ഒരു അടയാളമാക്കി അനുഗ്രഹത്തിന്റെയും ഉയർച്ചയുടെയും നന്മയുടെയും ശക്തിയുടെയും അടയാളമാക്കി ഉയർത്തും. എത്രമാത്രം ഉയർത്തും എന്ന് പറയാം. ആർക്കും കൈയെത്താൻ പറ്റാത്തടുത്ത്, കൂട്ടുകാരിൽ പരമായി, നിന്റെ കുടുംബക്കാരിൽ പരമായി, നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ, ശത്രുവിന്റെ മുമ്പിൽ മേശ ഒരുക്കി. He will raise you so much. അവൻ നിന്നെ വളരെയധികം ഉയർത്തും. If you believe it, നിങ്ങൾ അത് വിശ്വസിക്കുന്നെങ്കിൽ it will happen. അത് സംഭവിക്കും. And heavenly feast, സ്വർഗീയ വിരുന്നേ, you don't have to doubt. നിങ്ങൾ സംശയിക്കേണ്ട. I am not
preaching a resurrection message. ഞാനൊരു പുനരുത്ഥാനത്തിന്റെ പ്രസംഗം പറയുകയല്ല. This is my life. ഇതെന്റെ ജീവിതമാണ്. This is my life. ഇതെന്റെ ജീവിതമാണ്. Because Jesus is alive. എന്തുകൊണ്ട്? യേശു ജീവനോടെ ഉള്ളതുകൊണ്ട്. Because Jesus is alive. യേശു ജീവനോടെ ഉള്ളതുകൊണ്ട്. It started from Kottayam. അത് കോട്ടയത്ത് നിന്ന് ആരംഭിച്ച് And it is touching the end of the അത് earth. ലോകത്തിന്റെ അറ്റത്തോളം അതിനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. I am an evidence ഞാനൊരു തെളിവാണ്. that Jesus is alive. യേശു ജീവനോടെ ഉണ്ടെന്നുള്ളത്. I am an evidence യേശു ജീവനോടെ that ഉണ്ടെന്നുള്ളത്. every word is true. എല്ലാ വാക്കും സത്യമാണ്. I am an evidence ഞാനൊരു തെളിവാണ്. that the one in me is greater. എന്നിലുള്ളവൻ വലിയവൻ. I am an evidence ഞാനൊരു തെളിവാണ്. that he is yes and amen. അവൻ യെസ് എന്നും ആമേൻ എന്നും തന്നെ. I am a witness ഞാൻ അവനാ സാക്ഷി. that Jesus Christ is alive. യേശു ക്രിസ്തു ജീവിക്കുന്നു. If you believe അത് it, വിശ്വസിക്കുന്നെങ്കിൽ shout that wonderful ആ name. നാമത്തെ ആർത്തു വിളിച്ചോട്ടെ. Shout that wonderful ആ name. നാമത്തെ ആർത്തു വിളിച്ചോട്ടെ. Jesus. ജീസസ്. Jesus. അത് ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു. ഒരു കല്ലറയ്ക്ക് പിടിച്ചടക്കാൻ പറ്റിയില്ല. മരണത്തിന് പിടിച്ചടക്കാൻ പറ്റി. പാതാളത്തിൽ പോയി അതിന്റെ താക്കോല് ഊരിക്കൊണ്ടേക്ക് പോകുന്നു. കുറെ നാളായി പേടിപ്പിക്കുന്നല്ലേ മരണത്തിന്റെ. That is why the Bible says, അതുകൊണ്ടാണ് വചനം പറയുന്നത്, death, where is your sting? മരണമേ നിന്റെ ബലം എവിടെ? നിന്റെ sting, വേദന എവിടെ? കടന്നൽ ഈ എന്നാ സ്കോർപ്പിയൻ തേള് കുത്തുന്ന പോലെ സ്റ്റിങ് ചെയ്യുന്ന പോലെ. Death, where is your sting? മരണമേ നിന്റെ വിഷമുള്ള എവിടെ? പാതാളമേ നിന്റെ ജയം എവിടെ? നിന്റെ രണ്ടിന്റെ താക്കോൽ എന്റെ കയ്യില്ല. What a savior! എത്ര നല്ല രക്ഷകൻ. John, യോഹന്നാൻ, you are in Patmos. നീ പത്മോസിലായിരിക്കാം. Don't worry. യോഹന്നാനെ നീ ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട. I was dead, ഞാൻ മരിച്ചവനായിരുന്നു, but I am alive. എന്നാൽ ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലാണ്. ഞാനാണ് ആൽഫയും ഞാനാണ് ഒമേഗയും. യോഹന്നാനെ നിന്റെ ആദ്യവും അന്ത്യവും പിശാചല്ല തീരുമാനിക്കുന്നത്, ഞാനാ തീരുമാനിക്കുന്നത്. യോഹന്നാനെ നീ തല ഉയർത്തി സ്വർഗത്തിൽ തുറക്കപ്പെട്ട വാതിലുകളെ കാണ്, ദർശനങ്ങളെ കാണ്, വലിയ പദ്ധതികളെ കാണ്. നിന്നെ ഒരു പത്മോസിനും ഒതുക്കാൻ പറ്റത്തില്ല. ബാക്കി എല്ലാവരുടെ കാര്യം വിട്, നിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനാ നല്ല പ്രവൃത്തി ആരംഭിച്ചതെങ്കിൽ ഞാനാണ് അവസാനിക്കാൻ പോകുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നത് മഹത്വത്തോടെ ആയിരിക്കും. Death, where is your sting? മരണമേ നിന്റെ വിഷമുള്ള എവിടെ? Hades, പാതാളമേ where is your power? നിന്റെ ശക്തി എവിടെ? നിന്റെ ബലം എവിടെ? Thanks be to God ദൈവത്തിന് സ്തോത്രം. who has given us victory through Jesus Christ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. മരണത്തിന്റെയും പാതാളത്തിന്റെയും ഭയത്തിന്റെയും നിരാശയുടെ മേൽ ജയം, ജീവിതത്തിൽ ജയോത്സവം. വീണ്ടും ആവർത്തിച്ച് പറയാം, മരണവും പാതാളം ഭയം ദണ്ഡനമാണ്. ഇതിനെല്ലാം തന്റെ മേൽ ജയത്തിലാണ് നിങ്ങൾ ആരംഭിച്ച വിക്ടറി. എന്നാൽ എല്ലായിടത്തും ഇപ്പോഴും ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മുഖാന്തരം ജീവിതത്തിൽ നിങ്ങൾ വാഴും ജയോത്സവമായിട്ടായിരിക്കും. ആമേൻ. Then it says, തിരുവചനം പറയുകയാണ്, therefore my brethren. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരന്മാരെ, തെളിവുകളെല്ലാം ഞാൻ നിരത്തി വെച്ചു. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരന്മാരെ, ബി steadfast. നിങ്ങൾ ഉറപ്പുള്ളവരും. അടുത്തിരിക്കുന്ന ആളിനോട് പറയാം, ആത്മാക്കളെ നേടാനുള്ള ആ തീവ്രത കുറയരുത്. യേശുവിന്റെ വരവിന് മുമ്പേ മഹത്വത്തോടെ നടക്കണം.
പിൻപിലുള്ളതിനെ മറന്ന് മുന്നോട്ട് ആയുവാൻ പഠിക്കണം. ആരെങ്കിലും നിങ്ങൾ തീർന്നു എന്ന് പറഞ്ഞാൽ അവരോട് പറയണം, എഴുതി തള്ളാൻ വരട്ടെ. എന്നിൽ വ്യാപരിക്കുന്നത് മരണത്തിൽ നിന്നും യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവധു ആ പിതാവിന്റെ മഹത്വമാണ്. ലോകം മുഴുവൻ, the whole world, ഈ ലോകം മുഴുവൻ is celebrating Easter. ഈസ്റ്റർ ആഘോഷിക്കുക. But to us, എന്നാൽ നമുക്ക് this is life. ഇത് ജീവനാണ്. This is our life. ഇതാണ് നമ്മുടെ ജീവൻ. Not for one day. ഒരു ദിവസത്തേക്ക് മാത്രമുള്ളതല്ല. Because he lives forever. അവൻ എന്നേക്കും ജീവിക്കുന്നത് കൊണ്ട് For us also it is forever. നമുക്കും അത് എന്നേക്കുമുള്ളതാണ്. I will be with you ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് till the end of the age. ഈ കാലത്തിന്റെ അവസാനം വരെയും. In a marriage, വിവാഹത്തിൽ the husband and wife talk to each other. ഭാര്യയും Promise each other. വധുവും വരനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉടമ്പടി പറയും. മരണം നമ്മെ വേർപിരിക്കും വരെ. പക്ഷെ ഇതങ്ങനെയല്ല. മരണമേ മരണമേ ഇനി നിൻ ജയമെവിടെ? മരണത്തിന്റെ ഭയം വരുമ്പോൾ John 16:22. യോഹന്നാൻ 16:22. Hallelujah. ഹല്ലേലൂയ. John 16:22. യോഹന്നാന്റെ സുവിശേഷം 16:22. You will rejoice. നിങ്ങൾ സന്തോഷിക്കും. Therefore you now have sorrow, but I will see you again. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. ഇപ്പൊ ഞാൻ പോവാന്ന് പറയുമ്പോൾ ദുഃഖമുണ്ട്, പക്ഷെ നിക്ക്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ വീണ്ടും കാണും. ആമേൻ. I will see you again. ഞാൻ പിന്നെയും നിങ്ങളെ കാണും. And your heart will rejoice. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. And your joy. നിങ്ങളുടെ സന്തോഷം No one can take it. ആരും എടുത്തു കളയില്ല. Whenever whatever is happening, എപ്പോൾ എന്തെല്ലാം സംഭവിച്ചാലും your dance should not stop. നിങ്ങളുടെ നൃത്തം കുറയുകയില്ല. Because I know. എന്തുകൊണ്ടാൽ എനിക്കറിയാം That everything contrary is under my feet. എനിക്ക് വിരോധമായത് സകലതും എന്റെ കാലിന്റെ ചോട്ടില. My mind will not take this. എന്റെ മനസ്സ് അതെടുക്കുകയില്ല. Because I am redeemed by the blood of Jesus. എന്തുകൊണ്ടെന്നാൽ യേശുവിന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. Is Jesus alive? യേശു ജീവനോടുണ്ടോ? Jesus alive? യേശു ജീവനോടുണ്ടോ? Is he really alive? യേശു ജീവനോടുണ്ടോ? If he is really alive, അവൻ വാസ്തവമായി ജീവനോടുണ്ടെങ്കിൽ you will have fellowship with the word. നിങ്ങൾ ദൈവവചനവുമായിട്ട് നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാകും. You will walk in the fear of God. നിങ്ങൾ ദൈവ ഭയത്തിൽ നടക്കും. You will know നിങ്ങൾക്കറിയാം he is watching and hearing you. അവൻ നിങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നെന്ന് നിങ്ങൾക്കറിയാം. This understanding ഈ തിരിച്ചറിവ് does not happen in one day. അത് ഒരു ദിവസം മാത്രം ഉണ്ടാകേണ്ടതല്ല. In this journey you will understand. നിങ്ങൾ ഈ യാത്രയിൽ നിങ്ങൾക്കത് തിരിച്ചറിയും. Every day ഓരോ you ദിവസവും will become more and more mature. നിങ്ങൾ കൂടുതൽ പക്വതയായ When I was a child, ഞാൻ ശിശുവായിരുന്നപ്പോൾ I spoke like a child. ഞാൻ ഒരു ശിശുവിനെ പോലെ I സംസാരിച്ചു. thought like a child. ഞാൻ ശിശുവിനുള്ളതുപോലെ ചിന്തിച്ചു. And I was imagining like a child. ഞാൻ ഒരു ശിശുവിനുള്ളതുപോലെ ഞാൻ സങ്കല്പിച്ചു. നിരൂപിച്ചു. But when I was mature, എന്നാൽ ഞാൻ ഈ പക്വത എത്തിയ ശേഷം the childish things have thrown away. ശൈശവമായ ചിന്തകൾ എന്നിൽ നിന്ന് വിട്ടുപോയി. Now I am yearning to be like Christ. ഞാൻ ക്രിസ്തുവിനെ പോലെ ആകുവാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു. Give a clap and a shout to Jesus. അക്കരങ്ങളെ അടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. മരണമേ ഇനി നിൻ ജയമെവിടെ? എന്നെ നടത്തിയോൻ ഇനി എൻ കൂടെയുണ്ട്. മരണമേ ഇനി നിൻ ജയമെവിടെ? വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോണ്ട് വേണം. എന്നെ നടത്തിയോൻ ഇനി എൻ കൂടെയുണ്ട്. എന്റെ ഭാരം എല്ലാം നീങ്ങിപ്പോയി എന്റെ കൂടെയുള്ള ദൈവമാ. എന്റെ ഭാരം എല്ലാം നീങ്ങിപ്പോയി എന്റെ കൂടെയുള്ള ദൈവമാ. എന്റെ ഭാരം എല്ലാം നീങ്ങിപ്പോയി എന്റെ കൂടെയുള്ള ദൈവമാ. എന്റെ ഭാരം എല്ലാം നീങ്ങിപ്പോയി എന്റെ കൂടെ
ദൈവമാ. മരണമേ ഇനി ജയമെവിടെ, എന്നെ നടത്തിയൊരു നീ എൻ കൂടെയുണ്ട്. എല്ലായിടത്തും എല്ലായ്പ്പോഴും ഈ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു മുഖാന്തരം എനിക്ക് നമുക്ക് ജയം. ഹല്ലേലൂയ. കരങ്ങളൊക്കെ ഒന്ന് അടിച്ച്. കൊല്ലുന്ന മരണത്താ കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നകയാൽ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നകയാൽ, ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ശരിക്കും കൈയടിച്ച് തുള്ളിച്ചാടി ആരാധിക്കും. യേശു കർത്താവ് ജീവിക്കുന്നു എന്ന് നിങ്ങൾ പാടുവല്ല, പ്രഖ്യാപിക്കുക. യേശു ജീവിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, ഞാൻ പാപിയല്ല. നമ്പർ 2, ഈ കൊട്ടി പിശാച് വരെ ഇല്ല, ഇനിയും ഒന്നിനും എന്നെ തൊടാൻ പറ്റത്തില്ല. ന്യായപ്രമാണത്തിൽ ഒരെണ്ണമെങ്കിലും മിച്ചമുണ്ടായിരുന്നു അനുസരിക്കാനെങ്കിൽ യേശുവിന് ഉയർക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു കുട്ടി പിശാച് പോലും അവിടെ മിച്ചം ഉണ്ടായിരുന്നെങ്കിൽ യേശുവിന് ഉയർക്കാൻ പറ്റത്തില്ലായിരുന്നു. യേശുവിന്റെ ഉയർപ്പ് നമുക്ക് തന്നിരിക്കുന്ന ജീവിക്കുന്ന പ്രത്യാശയാണ്. ജീവിക്കുന്ന പ്രത്യാശ. A living hope, ജീവിക്കുന്ന പ്രത്യാശ, which no one can take. ആർക്കും അത് എടുത്തു കളയാൻ കഴിയില്ല. So when you are declaring, നിങ്ങൾ അത് പ്രഖ്യാപിക്കുമ്പോൾ, believe and declare. നിങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ട് വേണം പറയാൻ. നമ്മൾ പറയത്തില്ല അവന്റെ പല്ലെടുത്തെന്ന്, അതുപോലെ പല്ലല്ല താക്കോലോടെ ഇങ്ങ് കൊണ്ടുവന്നു, എന്നിട്ട് ആ ഡോർ എന്നേക്കും തുറന്നിട്ട് പറഞ്ഞു ബാ. യേശു എന്താ പ്രസംഗിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അവിടെ പോയെന്ന് എനിക്കറിയാം. പക്ഷെ അത് കഴിഞ്ഞ് നടന്നതും എനിക്കറിയാം. താക്കോല് കാണിച്ചിട്ട് പറഞ്ഞു ഇത് എന്റെ കയ്യിലഞ്ഞി, യോഹന്നാനെ നീ നിന്നെ ആർക്കും തടയാൻ പറ്റത്തില്ല, നിന്നെ ആർക്കും നിർത്താൻ പറ്റത്തില്ല. കാരണം ആൽഫയും ഒമേഗായും. എത്ര പേര് ആരാധിക്കാൻ തയ്യാറാ? ഒരു മതിമറന്നൊന്ന് ആരാധിച്ച്, പുനരുത്ഥാന ശക്തിയോടെ ആരാധിച്ച്, കർത്താവിന്റെ മഹത്വം കൊടുത്ത്. ഹല്ലേലൂയ. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നകയാൽ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നകയാൽ, ഇനി തെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മന്നീലല്ലൻ നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിനായി, മന്നീലല്ലൻ നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തിനായി, ഇനി വെണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെ നീല കാത്തിരുന്നേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. Hallelujah. Hallelujah. Psalm 16, which Peter is talking, സങ്കീർത്തനം 16 നിന്നാണ് പത്രോസ് പറഞ്ഞത്. that you will not leave the soul to rot in Hades. നിന്റെ പരിശുദ്ധനെ, നിന്റെ മനസ്സിനെ പാതാളത്തിൽ വിട്ടുകളയില്ല. And before that, അതിനു മുമ്പ് the word says, വചനം പറയുകയാണ്, you will rejoice. നിങ്ങൾ ആനന്ദിക്കും. You will rejoice നിങ്ങൾ ആനന്ദിക്കും. because you know the end before it begins. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അതിന്റെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ അന്ത്യം നിങ്ങൾക്കറിയാം. That you are a more than conqueror in Jesus. നിങ്ങൾ യേശു ക്രിസ്തുവിൽ ഒരു ജയാളിയാണ്. Turn to someone and say, never give up.
വിട്ടുകൊടുക്കരുത്. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് വിട്ടുകൊടുക്കരുത്. Never give up. ഒരിക്കലും വിട്ടുകൊടുക്കരുത്. Stand in his power. അവന്റെ ശക്തിയിൽ നിലനിൽക്കണം. അവന്റെ ബലത്തെ അളവറ്റ ശക്തിയിൽ. ഹല്ലേലൂയ. കരങ്ങളെല്ലാം ഉയർത്തിക്കേ. നന്ദി കർത്താവേ. യേശുവിന്റെ നാമത്തിൽ Father, I pray in the name of Jesus. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Those who are here ഇവിടെ ആയിരിക്കുന്നവർ, and those who are watching കർത്താവ് us, ഞങ്ങളെ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ, let that truth ആ സത്യം, that Jesus is alive. യേശു ജീവനോടെ ഉണ്ടെന്നുള്ള സത്യം. Number 2, രണ്ടാമത്, that Jesus is the Christ. യേശു തന്നെയാണ് ക്രിസ്തു എന്നവ. Holy Spirit, പരിശുദ്ധാത്മാവ്, only you can give us that guarantee. കർത്താവേ, ആ ഉറപ്പ് ഞങ്ങൾക്ക് തരുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയത്തുള്ളൂ. Help us, ഞങ്ങളെ സഹായിക്കണം. because without your help പരിശുദ്ധാത്മാവ് അങ്ങയുടെ സഹായമില്ലാതെ we cannot do anything. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. Because it is not by our might, കർത്താവ്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ശക്തിയാലല്ല, not by our power, ഞങ്ങളുടെ ബലത്താലല്ല, but it is by you, Holy Spirit. പരിശുദ്ധാത്മാവ് അങ്ങയിൽ മാത്രമാ. Look at the hands that are raised before you. ആ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന കരങ്ങളെ നോക്കിയാട്ട് കർത്താവ്, These hands are the hands of your beloved children. കർത്താവ്, അങ്ങയുടെ പ്രിയ മക്കളുടെ കരങ്ങളാണ് ഈ കരങ്ങൾ. Those who are born again, കർത്താവ്, വീണ്ടും ജനിക്കപ്പെട്ടവർ, they are the new creation. അവർ പുതു സൃഷ്ടിയാണ്. Their old has gone. അവരുടെ പഴയത് സകലതും കഴിഞ്ഞു. Behold, everything is new. കർത്താവ്, കാണുമ്പോൾ സകലതും പുതുതായി They തീർന്നിരിക്കുന്നു. are instead of Jesus. കർത്താവ്, അവരിവിടെ ആയിരിക്കുന്നത് യേശുവിന് For പകരക്കാരാണ്. Jesus, യേശുവിന് വേണ്ടിയാണ്, as ambassadors of God. സ്വർഗ്ഗത്തിന്റെ സ്ഥാനാപതികളായി. All those who are watching in home, കർത്താവ്, വീട്ടിലിരുന്ന് ഞങ്ങളെ കാണുന്നവർ, stand up and lift your hand to Jesus. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്ന് ആ കരങ്ങൾ ഉയർത്തി യേശുവിലേക്ക് കരങ്ങൾ ഉയർത്തി Honor the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒന്നും ബഹുമാനിച്ചാട്ടെ. Honor the presence of God. ദൈവ സാന്നിധ്യത്തെ ബഹുമാനിച്ചാട്ടെ. Every time, എല്ലാ സമയവും honor Him. അവനെ മാനിച്ചാട്ടെ. For His is the kingdom, അവന്റെ രാജ്യത്തെ, and it is forever and ever. അവന്റെ രാജ്യം എന്നേക്കും നിലനിൽക്കുന്നത്. Oh, lift your hands and start praying in the Spirit. ഓ, ആ കരങ്ങൾ ഉയർത്തി അന്യഭാഷകളിൽ കർത്താവിനെ സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. Oh, this is a mystery. ഇതൊരു മർമ്മമാ. We don't know, ഇത് നമുക്കറിയില്ല. but beyond this there is something. എന്നാൽ ഇതിന്റെയൊക്കെ അപ്പുറം പല കാര്യങ്ങളുണ്ട്. God is resetting everything. കർത്താവ് ഈ ദിവസങ്ങളിൽ ചിലത് He is പുനഃക്രമീകരിച്ചുകൊണ്ടിരിക്കുക. preparing something അവൻ ചിലത് which is ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. greater and better. ഇതിനേക്കാളും നല്ലതും വലുതുമായ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. Lift your hand and say, thank you, ആ Jesus. കാര്യങ്ങൾ ഉയർത്തിയിട്ട് പറഞ്ഞിട്ട്, യേശുവേ നന്ദി കർത്താവേ.